ആധുനിക യുഗത്തിലെ യുവതി യുവാക്കൾ എന്നതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. ആധുനിക യുഗത്തിലെ യുവതി യുവാക്കൾ എന്ന് പറയുമ്പോൾ ആധുനിക യുഗവും പുരാതന യുഗവും എന്നതിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ പുരാതന യുഗത്തിൽ കുറെ യുവതികളെ കുറിച്ചൊക്കെ അള്ളാഹുവും പരിചയപ്പെടുത്തിയിട്ടുണ്ട്, നബിയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. യുവാക്കളെ കുറിച്ച് അള്ളാഹ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, നബി തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആ പുരാതന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരെ പോലെയാണോ ആധുനിക കാലഘട്ടത്തിലുള്ളവർ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മൾ. എന്തായാലും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ കൂടുതലും ഈ ആധുനിക യുഗത്തിന്റെ പിന്നാലെയാണ് എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ യുവാക്കൾ മുഴുവനും യൂറോപ്യൻ സംസ്കാരത്തെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ്. അത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവനും നമ്മളോട് പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചർച്ച ചെയ്യാനുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മാത്രമേ നമുക്ക് ചർച്ചയുള്ളൂ. വേറെ ഒരു കാര്യവും നമുക്കിവിടെ ചർച്ച ചെയ്യില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചു. ഇത്ര വലിയ അനുഗ്രഹമാണ്. ആദ്യം അത് ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബികൽ കരീം الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك في أي صورة ما شاء ركبك كلا بل تكذبون بالدين وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون إن الأبرار لفي نعيم وإن الفجار لفي جحيم. അല്ലാഹു മാനവനെ സൃഷ്ടിച്ച് ലോകത്തെ പരിചയപ്പെടുത്തിയില്ലേ? അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. ആദ്യം അള്ളാഹുവിനെയാണ് പടച്ചവൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. ഈ അതിപരാശക്തിയുടെ ഉടമസ്ഥനാരാണ്? ഇതിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നവനാരാണ്? ഇതിന്റെ അതിപരാശക്തി ആരാണ്? അത് റഹ്മാനായ റഹീമായ നാഥനാണ്, പടച്ചവനാണ്. അവനാണ് നമുക്ക് വേണ്ടി ഈ ലോകത്തെ പരിചയപ്പെടുത്തിയവൻ, ഈ ലോകത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ചവൻ, ഈ ലോകത്തിലേക്ക് നമുക്ക് ജന്മം നൽകിയവൻ, ഈ ലോകത്തിന്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കാനുള്ള വാസയോഗ്യമാക്കിയവൻ ആ പടച്ചവനാണ്, ആ തമ്പുരാനാണ്. അള്ളാഹു നമുക്ക് ജീവിക്കാനുള്ള സംവിധാനം ഈ ദുനിയാവിൽ ചെയ്തു തന്നിട്ട്, മാനവനെ നീ എങ്ങനെ നടക്കണം, എങ്ങനെ കുടിക്കണം, എങ്ങനെ കിടക്കണം, എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച് പരിപൂർണമായ ഉത്ബോധനം അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് എത്തിച്ചു തന്നില്ലേ? ആ ഒരു വഴിയിൽ നിന്ന് നമ്മെ തെറ്റിച്ച് കളഞ്ഞ വസ്തുത ഏതാണ്? നമ്മെ പിഴപ്പിച്ച വസ്തുത ഏതാ? യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബികൽ കരീം. ആരാധനക്കർഹൻ അല്ലാഹ്, നീയല്ലാതെ ഒരു ശക്തിയില്ല, നീയല്ലാതെ ഒരു ഇലാഹില്ല എന്ന് പഠിപ്പിച്ച പടച്ച തമ്പുരാന് പകരമായിട്ട് ഞാൻ ഇന്ന ടീമിന്റെ ആരാധകരാണ് കേട്ടോ, ഞാൻ ഇന്ന വ്യക്തിയുടെ ആരാധകനാണ്, ഞാൻ ഇന്നവന്റെ ഫാനാണ്, ഞാൻ ഇന്നവരുടെ ഫാനുകളാണ് എന്ന് നിന്നെ പഠിപ്പിച്ച വസ്തുത ഏതാണ് ചെറുപ്പക്കാരാ? യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബികൽ കരീം. മാന്യനായ റബ്ബിൽ നിന്ന് നിന്നെ വഴിപിഴപ്പിച്ചതാരാണ്? തെറ്റിച്ചതാരാ? അല്ലദീ ഖലഖക ഫസവാക ഫഅദലക. അവനല്ലേ നിന്നെ സൃഷ്ടിച്ചത്, അവനല്ലേ നിന്നെ നിയന്ത്രിക്കുന്നത്, അവനല്ലേ നിനക്ക് സൗന്ദര്യം നൽകിയത്, അവനല്ലേ ആകാര സൗഷ്ഠവം നൽകിയത്, അവനല്ലേ നിനക്ക് അംഗലാവണ്യം നൽകി അനുഗ്രഹിച്ചത്. അല്ലാഹുവാണ് ആരാധ്യനെന്ന് അവൻ നമ്മെ പഠിപ്പിക്കുമ്പോ ആ സൃഷ്ടാവിന്റെ മുന്നിൽ നമ്മുടെ ശിരസ്
നമ്രശിരസ്കനാകാതെ സൃഷ്ടികളുടെ മുന്നിൽ നമ്രശിരസ്കരാകാൻ നിന്നെ പഠിപ്പിച്ചതാരാണ് മനുഷ്യ? യാ അയ്യുഹൽ ഇൻസാൻ, ഏ മനുഷ്യ, മാ ഗർറക ബിറബ്ബികൽ കരീം. നമ്മുടെ യുവാക്കൾ ഇന്ന് ആരാധിക്കുന്നത് ആരെയാണ്? ഫിലിം സ്റ്റാറുകളെയാണ്, ഫുട്ബോൾ പ്ലെയറുകളെയാണ്, ക്രിക്കറ്റ് താരങ്ങളെയാ. സെലിബ്രേഷൻ എവിടെയാണോ അവിടെയാണ് നമ്മുടെ യുവാക്കളുടെ പെരുമഴ പെയ്തിറങ്ങുന്നത്. എന്നാൽ ഇവരെ സൃഷ്ടിച്ച് സംഹരിച്ച സംഹാരകർത്താവായ പടച്ച തമ്പുരാനുണ്ടല്ലോ, ആ റബ്ബിനെ ഇവർ മറന്നു പോവുകയല്ലേ? ആ റബ്ബിനെ ഇവർ ആരാധിക്കുന്നത് കുറയുകയല്ലേ? ഇത് പരിശുദ്ധമായ ഇൽമിന്റെ സദസ്സാ, വഅദിന്റെ സദസ്സാണ്, വിജ്ഞാനത്തിന്റെ സദസ്സാ. ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ എത്ര ചെറുപ്പക്കാർ ഈ സദസ്സിലുണ്ട്, എത്ര യുവതികൾ ഈ സദസ്സിലുണ്ട്. ഇല്ല ഇല്ല, ഇവിടെ മാത്രമല്ല, ഏത് ഇൽമിന്റെ സദസ്സ് നിങ്ങൾ പരിശോധിച്ചോ, ഏത് മസ്ജിദിന്റെ അകത്തളങ്ങൾ പരതി നോക്കിക്കോ, യുവാക്കളെ നമുക്കവിടെ അന്യമാണ്, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എവിടേക്കാണ് ഇവരുടെ യാത്ര? എവിടേക്കാണ് ഇവരുടെ സഞ്ചാരം? എവിടേക്കാണ് ഇവരുടെ കുത്തൊഴുക്ക്? എങ്ങോട്ടേക്കാണ് ഇവർ ഒഴിഞ്ഞു പോവുക? നിങ്ങൾ ചായ പീടികയുടെ തിണ്ണയിൽ, അവിടുത്തെ കൊലായിൽ പോയി നോക്കണേ. നിങ്ങൾ ടറഫുകൾ പരിശോധിച്ചു നോക്കണേ. പാർക്കുകളിലും വിനോദസഞ്ചാര മേഖലകളിലും പരതണേ. ബാറുകളുടെ തിരുമുറ്റത്ത് പോയി നോക്കണേ. അവിടെ വലിയ ഭവ്യതയോടെ നിൽക്കുകയാണ്, അതബോടെ നിൽക്കുകയാണ്. ആ അശ്ലീലം കൊണ്ട് അമ്മാനമാടപ്പെടുന്ന ആ സദസ്സിനെ ആ അനുഗ്രഹം കൊണ്ട് എല്ലാ നിലയ്ക്കും അവിടെ ആഘോഷമാക്കുന്നത് യുവതാരങ്ങളല്ലേ, യുവതലമുറകളല്ലേ? അല്ലാ, നിന്നെ കുറിച്ച് പ്രകീർത്തിക്കപ്പെടുന്ന സദസ്സുകളിൽ ഈ യുവാക്കളില്ലല്ലോ, ഈ യുവതികളെ കാണുന്നില്ലല്ലോ. എല്ലാ അധർമ്മങ്ങൾക്കും കോപ്പുകൂട്ടുന്നത് നമ്മുടെ യുവത്വമല്ലേ, യുവതലമുറകളല്ലേ? യാ അയ്യുഹൽ ഇൻസാൻ, ഏ ചെറുപ്പക്കാരാ, മാ ഗർറക ബിറബ്ബികൽ കരീം, നിനക്ക് ആരോഗ്യം നൽകിയ നിന്റെ റബ്ബിനെ ആരാണ് അവന്റെ യഥാർത്ഥ വഴിയിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളഞ്ഞത്? അവനല്ലേ നിനക്ക് കണ്ണ് തന്നത്, അവനല്ലേ നിനക്ക് ഹൃദയം നൽകിയത്, അവനല്ലേ നിനക്ക് സൗന്ദര്യം നൽകിയത്, അവനല്ലേ നിനക്ക് ഊർജം നൽകിയത്, അവനല്ലേ നിനക്ക് ഓജസ് നൽകിയത്, അവനല്ലേ നിനക്ക് തേജസ് നൽകിയത്. മാ ഗർറക, അതിൽ നിന്ന് നിന്നെ തെറ്റിച്ച വഞ്ചിച്ചു കളഞ്ഞ വസ്തുത ഏതാണ്? മനുഷ്യ, പറയണേ പറയണേ. ഹൽ അതാ അലൽ ഇൻസാൻ ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖ്നൽ ഇൻസാൻ മിൻ നുത്ഫത്തിൻ അംശാജ് നബ്തലീ فجعلناه سميعا بصيرا فجعلناه سميعا بصيرا. മനുഷ്യനെ കുറിച്ച് അല്ലാഹു ചോദിക്കുകയാണ്, മനുഷ്യ, നീ എവിടെ നിന്ന് വന്നവനാണ്? ഏത് ലോകത്ത് ജനിച്ചവനാണ്? എവിടേ കുറിച്ചാണ് നിന്നെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടത്? എവിടെയാണ് നിന്നെ പരാമർശിക്കപ്പെട്ടത്? ലം യകുൻ ശൈഅൻ മദ്കൂറാ, നീ ഒരു പറയപ്പെട്ട വസ്തുവായിരുന്നില്ല, നീ ഒരു ചർച്ച ചെയ്യപ്പെട്ട വസ്തുവായിരുന്നില്ല. പക്ഷേ പടച്ചവൻ നിന്നെ സൃഷ്ടിച്ചത് ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്, ഒരു ചെറിയ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് ചിതറിപ്പോകുന്ന, തെറിച്ചു പൊങ്ങുന്ന ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് അല്ലാഹു നിനക്ക് ജന്മം നൽകിയില്ലേ? ഫജഅൽനാഹു സമീഅൻ ബസീറാ,
ബസറാ, അവൻ നിനക്ക് കേൾവി ശക്തി നൽകിയില്ലേ, കണ്ണ് നൽകിയില്ലേ, ശരീരഘടനകൾ അവൻ പുഷ്ടിപ്പെടുത്തിയില്ലേ. മാ ഗർറക ബിറബ്ബിക്കൽ കരീം, ഈ നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളഞ്ഞതാരാണ് മനുഷ്യ? അല്ലാഹുവിന്റെ ചോദ്യം നമ്മൾ മറുപടി കണ്ടെത്തണം. ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ജീവിച്ചു പോകാമെന്നൊന്നും ആരും കരുതണ്ട. ഏത് സമയത്തും മലക്കുൽ മൗത്ത് നമ്മളെ തേടിയെത്തും. പക്ഷെ ആ സമയം നമ്മൾ പോയേ പറ്റുള്ളൂ. ഉസ്താദ് ഇവിടെ ഒരു ഹദീസ് ഓതി. സാധാരണ ചെറുപ്പക്കാർക്ക് യുവാക്കളെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയപ്പെടുന്ന ഒരു ഹദീസാണത്. അപ്പൊ നാളെ അവനോട് ചോദ്യം ഉണ്ടാവും. നിന്റെ ഈ ആയുസ്, നിന്റെ ആരോഗ്യം, നിന്റെ സമ്പത്ത്, നിന്റെ സമയം, നിന്റെ അറിവ്, ഇതൊക്കെ നീ എങ്ങനെ ചെലവ് ചെയ്തു ചോദ്യം ഉണ്ടാവും. അപ്പൊ അതിന് മറുപടി കണ്ടെത്തണം. നമ്മളിപ്പോ ഒരു പരീക്ഷയ്ക്ക്, ഇപ്പൊ നമ്മളിപ്പോ എല്ലാവരും പരീക്ഷയുടെ ചൂടിലാണല്ലോ, ഏകദേശം കഴിഞ്ഞു കാണും. എന്നാൽ തന്നെയും പരീക്ഷയ്ക്ക് ചോദ്യമുണ്ടാകും. ആ പരീക്ഷയിൽ എന്ത് എഴുതണം എന്ന് നമുക്കൊരു നിലപാട്, ആദ്യം ഒരു നിലപാടുണ്ടാവും. അതോടുകൂടിയാണ് അവൻ പരീക്ഷയ്ക്ക് പോകുന്നത്. അപ്പൊ ഞാൻ വാതിലൂടെ വരുന്നു, ഞാൻ വെറുതെ കയറി വരികയല്ല. എന്താണ് എന്റെ വിഷയം? ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഞാൻ ഇവിടെ നടത്തണം. അതാണ് എന്റെ ഉത്തരവാദിത്വം. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു യാത്ര. വെറുതെ ഒരു യാത്രയല്ല, വെറുതെ ഒരു യാത്രയല്ല. എവിടേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ദുബായിലേക്ക് വെറുതെ അല്ല പോകുന്നത്, അബുദാബിയിലേക്ക് വെറുതെ അല്ല പോകുന്നത്, സൗദിയിലേക്ക് വെറുതെ അല്ല പോകുന്നത്, കുവൈറ്റിലേക്ക് വെറുതെ അല്ല പോകുന്നത്. ആ പോകുന്നതിൽ ഒരു അർത്ഥമുണ്ട്. മക്കയിലേക്കും മദീനയിലേക്കും വെറുതെ അല്ല പോകുന്നത്. എന്തിനാണ് നീ പോകുന്നത്? അതിനൊരു അർത്ഥമുണ്ട്. എല്ലാത്തിനും അർത്ഥമുണ്ട്. ഒരു യാത്ര അതിനർത്ഥമുണ്ട്. നിന്നെ മയ്യത്തെടുത്ത് സന്തൂക്കിൽ വെച്ചിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വെറുതെയല്ല യാത്ര. ആദരവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാം. ഇദാ ഹുമില അലൽ അഅനാഖ്, ഒരാളുടെ മയ്യത്ത് സന്തൂക്കിലേക്ക് എടുത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ യഅതീഹി മലക്കുൻ, ഒരു മലക്ക് സന്തൂക്കിലേക്ക് ഇറങ്ങി വരികയാ. ആ മയ്യത്തിന്റെ ചെവിയിലേക്ക് അടുത്തിരുന്ന് അവനോട് ഓതിക്കൊടുക്കുകയാണ്. യബ്ന ആദം, ആദമിന്റെ മോനെ, അൽ യൗമ തുസാഫിറു സഫറൻ ബഈദാ ലം തുസാഫിർ അബ്അദ മിൻഹു. ആദമിന്റെ മോനെ, ആദമിന്റെ മോളെ, നീ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് വെറുതെ ഒരു യാത്രയല്ല കേട്ടോ. നീ ലണ്ടനിലേക്ക് യാത്ര ചെയ്തവളായിരിക്കാം, നീ UAE-യിലേക്ക് യാത്ര ചെയ്തവളായിരിക്കാം, നീ അമേരിക്കയിലേക്ക് യാത്ര ചെയ്തവളായിരിക്കാം. പക്ഷേ അതൊക്കെ ഒരു വലിയ ദീർഘദൂര യാത്രയായി നീ കാണുന്നുണ്ടാകാം. എങ്കിൽ ഈ മുണ്ടത്തു പള്ളിയുടെ മഖ്ബറയിലേക്ക് നിന്റെ മയ്യത്തിതാ കൊണ്ടുപോവുകയാ. ആ യാത്ര ഏതെന്നറിയോ? അൽ യൗമ തുസാഫിറു സഫറൻ ബഈദാ. അലനല്ലൂരിൽ നിന്ന് ഈ മുണ്ടത്തു പള്ളി വരെ, നിങ്ങളുടെ ഈ ശ്മശാനം വരെ മയ്യത്ത് കൊണ്ടുവരാൻ ഏകദേശം 1 കിലോമീറ്റർ മതി, 1.5 കിലോമീറ്റർ മതിയാകും. അതൊരു ചെറിയ ദൂരം മാത്രമാണെന്ന് നാം കരുതുന്നുവെങ്കിൽ തെറ്റിപ്പോയി കേട്ടോ. ആ മഖ്ബറയല്ല നമ്മുടെ ലക്ഷ്യം, ആ ഖബറിന്റെ ഉള്ളു മുതലാണ് നമ്മുടെ ലക്ഷ്യം. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ആ കാണുന്ന ഖബർസ്ഥാനമല്ല, ആ കാണുന്ന മൺകൂമ്പാരമല്ല, ആ ചെടികൾക്കടിയിൽ കിടക്കുന്ന ഒരു ദേഹമുണ്ടല്ലോ, ഒരു ശരീരമുണ്ടല്ലോ. ആ ശരീരത്തോടാണ് ഈ മലക്കിന്റെ പ്രഖ്യാപനം. ആദമിന്റെ മോനെ, ആദമിന്റെ മോളെ, ഒരുപാട് യാത്ര ചെയ്തവളാ, ഒരുപാട് ദൂരം ദൈർഘ്യയാത്ര സഞ്ചരിച്ചവളാണ്, അതിൽ പ്രാവീണ്യം നേടിയവളാ. പക്ഷേ ഈ ഒരു മഖ്ബറയിലേക്ക് പോകുന്ന യാത്രയുണ്ടല്ലോ, അൽ യൗമ തുസാഫിറു സഫറൻ ബഈദാ, അതൊരു ദീർഘദൂര യാത്രയാണ്. ലം തുസാഫിർ അബ്അദ മിൻ, ഇതുപോലൊരു ദീർഘദൂര യാത്ര നിന്റെ ജീവിതത്തിൽ നീ ചെയ്തിട്ടേ ഇല്ല കേട്ടോ. ആ യാത്രയ്ക്ക് തുടക്കമാണെന്ന് ഒരു മലക്ക് വന്നവരോട് പറയുമെന്ന് കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി.
ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിക്കോളി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന അഊദു ബിക മിനൻ നാർ അല്ലാഹുമ്മ അർഹംനാ യാ അർഹമർ റഹീമീൻ. ഖബറിൽ നമുക്ക് റഹ്മത്ത് വേണം കേട്ടോ, ഖബറിൽ നമുക്ക് റഹ്മത്ത് വേണം കേട്ടോ. ആ ഖബറിലേക്കുള്ള യാത്രയിലും നമുക്ക് റഹ്മത്ത് വേണം കേട്ടോ. കാരണം ഒരു മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് നമ്മൾ റഹ്മത്തിന് വേണ്ടിയിട്ടാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു. അതുകൊണ്ടൊരു വലിയ യാത്രയത്. നമ്മളപ്പോ ഏതൊരു യാത്രയ്ക്കും ഒരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്തിട്ട് കാര്യമില്ല, ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഇതിലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്ന വാഹനങ്ങൾ, ഇതിനൊക്കെ ഒരു യാത്രയില്ലേ? ഞാൻ ഇന്നലെ 3:30 തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചതാണ്. ഇവിടെ എത്തിയപ്പോൾ 2 മണിയായി. ഏറ്റവും വലിയൊരു സഫറായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ ഇന്നലെ ജുമാ കഴിഞ്ഞ് 3:30 തിരുവനന്തപുരത്ത് തിരിച്ചിട്ട് ഇവിടെ എത്തിയപ്പോൾ 2 മണിയായെങ്കിൽ എത്ര വലിയ സഫറായിരിക്കും. ഇന്നലെ സുബൈ കഴിഞ്ഞ് കുറച്ച് ഉറങ്ങാൻ സംഘാടകർ സമ്മതിച്ചില്ല, പെട്ടെന്ന് ഉറങ്ങണമെന്ന് 8 മണിക്ക്. അല്ലെ കുറച്ച് ഉറങ്ങി കള്ളാ വീട്ടിട്ട് വരായിരുന്നു, അതും പറ്റില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടേ നാട്ടിലേക്ക് തിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എത്ര വലിയൊരു ദൂരയാത്ര. ഞാൻ വെറുതെയാണ് ഈ ഉറക്കം ഒഴിച്ചു വന്നത്. എനിക്ക് എന്തോ ഒരു ലക്ഷ്യം ഇവിടെ ഉണ്ട്. ഈ ലക്ഷ്യമില്ലാതെ വരില്ല. നിങ്ങൾ ഈ ത്യാഗം സഹിച്ചിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവർ എന്തിനു വന്നതാണ്? ഇപിയെ കാണാൻ വന്നതല്ല. ഇവിടെ നടക്കുന്ന ഇൽമിന്റെ ഈ തീരത്തേക്ക് വന്നതാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന ഇൽമിന്റെ മണിമുത്തുകൾ പെറുക്കിയെടുക്കാൻ വന്നതാണ്. ഈ വിജ്ഞാനം നുകരാൻ വന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ലക്ഷ്യമുണ്ട്. അതേപോലെയാണ് നമ്മുടെ യാത്ര, നമ്മുടെ ജീവിതം. ഇതിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യത്തിലൂടെ യാത്ര ചെയ്തെങ്കിൽ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. ലക്ഷ്യമില്ലാത്ത ഒരു യാത്ര നടത്തുകയാണ് നമ്മുടെ യുവാക്കൾ, യുവതികൾ. ഒരു ലക്ഷ്യമില്ല, ഭ്രാന്തന്മാരെന്ന് പറയാം. അതിനാണ് ഇപ്പോഴത്തെ പുതിയ ഫാഷനിലെ പേര് ഫ്രീക്കന്മാർ. എല്ലാ വണ്ടിയുടെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രീക്കന്മാർ സൂക്ഷിക്കുക. പറഞ്ഞാൽ അവനൊരു ഡൂക്ക് എടുക്കും, ഒരു ബൈക്ക്, ഒരു പോക്കാണ് അവൻ. എന്ത് മലക്കുൽ മൗത്താണോ ഈ പോകുന്നത്, ജിബ്രീലാണോ ഈ പോകുന്നത്, ഇസ്രാഫീലാണോ ഈ പോകുന്നത്, ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇവന്റെ ഈ പോക്കണ്ട ഒരു പിടുത്തം വിട്ടൊരു പോക്കല്ല. 2 ദിവസം കഴിഞ്ഞ പത്രത്തിൽ കാണും, ഇന്ന ചങ്ങാതി ഇന്ന വണ്ടിയുടെ അടിയിൽ കിടക്കുന്നു, ഇന്ന ചങ്ങാതി ഇന്ന ടോറസിന്റെ കീഴിൽ കിടക്കുന്നു. ഇതാണ് നമ്മുടെ മനുഷ്യന്റെ അവസ്ഥ. അവന്റെ ഒരു യാത്ര അവന് പോലെ എവിടേക്ക് പോകുന്നു അവനോട് തന്നെ ചോദിച്ചാൽ അവനെന്നെ അറിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, അയഹ്സബുൽ ഇൻസാൻ അയ്യുത്രക സുദാ അലം യകുൻ തുഫതം മിൻ മനിയുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. അല്ലാഹു ചോദിക്കുകയാണ്, മനുഷ്യ ഏ ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, യുവ സമൂഹമേ, അയ്യുത്രക സുദാ, നിങ്ങളെ വെറുതെ വിടപ്പെടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളെ ആരും നിരീക്ഷിക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അയ്യുത്രക സുദാ അലം യകുൻ തുഫതം മിൻ മനിയുംനാ, ഒരു തുള്ളി ഇന്ദ്രിയത്തിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചില്ലേ? ഫജഅല മിൻഹു സൗജൈനി ദകറ വൽ ഉൻസാ, നിങ്ങളെ സൃഷ്ടിച്ച് സംഹരിച്ച് നിങ്ങൾക്ക് സൗന്ദര്യവും സന്തോഷവും സൗകര്യവും ചെയ്തു തന്നിട്ട് ആണും പെണ്ണുമായി തരംതിരിച്ച് ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കാനുള്ള സൗകര്യം നാം നിങ്ങൾക്ക് ഒരുക്കി തന്നില്ലേ? അങ്ങനെ നിങ്ങൾ മരിച്ചുപോയാൽ വീണ്ടും നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല എന്ന് മനുഷ്യ നീ കരുതുന്നുണ്ടോ? ചോദ്യം, മറുപടി കണ്ടെത്തണം. ഈ ലക്ഷ്യമില്ലാതെ ഓടുന്ന ഈ ചങ്ങാതിമാര് മറുപടി കണ്ടെത്തണം. നീ എവിടേക്കായി പോകുന്നത്? എന്റെ പോക്ക്, എന്റെ ഒക്കെ മുടി കണ്ടില്ലേ, എന്റെ ഒക്കെ ഡ്രസ്സ് കണ്ടില്ലേ, എന്റെ ഒക്കെ കോലം കണ്ടില്ലേ?
പള്ളിക്കൽ നിസ്കരിക്കാൻ വന്നാല് കാത് കുത്തിയിട്ട് വരുന്നു. ഇവൻ മുസ്ലിം ആണെന്ന് തന്നെ അറിയില്ല, കാത് കുത്തിയിട്ട് വരുന്നു. മുടി പെണ്ണുങ്ങൾ കെട്ടുന്ന പോലെ. എന്റെ പള്ളിയിൽ തന്നെ ഒരു ചങ്ങാതി കഴിഞ്ഞ ദിവസം നിസ്കരിക്കുന്നു. സുജൂദ് ചെയ്തപ്പോ ഈ പെണ്ണുങ്ങളുടെ കൂട്ടുള്ള ബാക്കിൽ കെട്ടിയിരിക്കുന്ന മുടിയെല്ലാം കൂടെ ഇങ്ങനെ കിടക്കുന്നതാണ്. ഞാൻ അവിടെ ഇരുന്നോണ്ട് നോക്കി, എന്ത് ചെയ്യാന്ന് ചങ്ങാതി. നമ്മൾ പിന്നെ പ്രസംഗിക്കും, പൊതുവെ ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ആക്ഷേപിക്കലല്ല. പുറത്തിങ്ങനെ കെട്ടിയിട്ട് കൊണ്ട കെട്ടാന്ന് എന്തൊക്കെ പറയും, ഇങ്ങനെ മുടി കെട്ടിട്ട് ഇല്ല ഉസ്താദേ, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ, എന്താ പെണ്ണുങ്ങൾ ഇങ്ങനെ കെട്ടിയിട്ട് റിബൺ ഇട്ട് കെട്ടും. റിബൺ ഇടുക, ബോ വെക്കുക, ബോ പെണ്ണുങ്ങള്, അത് തന്നെ ആണുങ്ങള്. ആദരവായ ഹബീബായ ഷഫീയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അർബഅത്തുൻ ലഅനഹുമുല്ലാഹു ഫൗഖ അർശിഹി. നല്ലതുപോലെ ശ്രദ്ധിക്കണേ ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളോടാണ് എന്റെ ഉപദേശം. കാരണം നിങ്ങളുടെ മക്കൾ ഇവിടെ ഇല്ല, അവർക്ക് നിങ്ങൾ പോയി ഉപദേശിച്ചുകൊട്. അല്ല, എത്ര മൊത്തം കിളവി, മൊത്തം കിളവന്മാര്, പേര് വിഷയം യുവതി യുവാക്കൾ. പൊതുവെ ഞാൻ പറയട്ടെ, കാരണം സംഭവം വാതുകൊക്കെ ഇപ്പൊ അവരേ ഉള്ളൂ. പള്ളിക്ക് പോയാലും ഇവരേ ഉള്ളൂ, ഇബാദത്ത് ചെയ്യാൻ ഇവരേ ഉള്ളൂ. നിസ്കരിക്കാൻ പോയാലും ആരുണ്ട്? കുറെ വയസ്സുകളായ തള്ളമാര്. പള്ളിക്ക് പോയാലും കുറെ വയസ്സന്മാരായ ഉപ്പന്മാര്, പാവം അവരിപ്പോ കസേരയിലുമായി. യുവാക്കളെവിടെ? യുവാക്കളെവിടെ? നമ്മുടെ നാട്ടിൽ ഇത്രയുള്ള യുവാക്കൾ കേൾക്കാൻ ഇവിടെ നിന്നല്ല, എവിടെ ബാള് വെച്ചാലും അവർക്ക് അതിനോടൊരു താല്പര്യമില്ല. കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അതാണ് നമ്മൾ വേണ്ടത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അവർക്ക് ഇതിനോട് താല്പര്യമില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അർബഅത്തുൽ ലഅനഹുമുല്ലാഹു ഫൗഖ അർശിഹി. അർശിന്റെ മുകളിൽ വെച്ച് ശാപ പ്രാർത്ഥന അല്ലാഹു നടത്തിയപ്പോ അമ്മനത അലൈഹിമുൽ മലായിക, മാലാകമാർ ആമീൻ എന്ന് പറഞ്ഞ 4 വിഭാഗം ആളുകളുണ്ട്. മലക്കൾ ആമീൻ പറഞ്ഞു. മലക്കൾ പറഞ്ഞു ആമീൻ. മലക്കൾ പറഞ്ഞു, മലക്കൾ ആമീൻ എന്ന് പറഞ്ഞു. അല്ലാഹ് ശപിച്ചപ്പോ അർശിന്റെ മുകളിൽ വെച്ച് 4 വിഭാഗത്തെ അവരുടെ മേൽ ശാപം ഇറങ്ങട്ടെ, ശാപം ഇറങ്ങട്ടെ, ശാപം ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോ മലക്കുകൾ ആമീൻ. മലക്കൾ ആമീൻ പറഞ്ഞ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആരാണവർ? ആരാണവർ? ആദരവായ ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്ന് അൽ മുതശബ്ബിഹൂന മിനർ റിജാലി ബിന്നിസാ. സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാരാണ്, യുവാക്കളാണ്, യുവാക്കളാണ്. ഹബീബായ തങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് 21-ാം നൂറ്റാണ്ടില് ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന നേർക്കാഴ്ചയല്ലേ. സ്ത്രീകൾ മുടികെട്ടുന്നത് പോലെ ഒരു വിഭാഗം ചെറുപ്പക്കാര് മുടികെട്ടുന്ന കാലം വരാതെ ലോകമസ്തമിക്കില്ല സഹാബത്തെ. പെണ്ണുങ്ങൾ മൂക്ക് കുത്തുന്നത് പോലെ യുവാക്കൾ മൂക്ക് കുത്തുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കൂല. പെണ്ണുങ്ങള് കമ്മലിടുന്നത് പോലെ, തന്റെ കാത് കുത്തുന്നത് പോലെ യുവാക്കളും കാത് കുത്തുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കില്ല കേട്ടോ. യുവതികൾ എങ്ങനെയാണോ നടക്കുന്നത് അതേ വേഷത്തോടെ, അതേ ഭാവത്തോടെ, അതേ ആ അങ്കലാവണ്യത്തോടെ ഒരു വിഭാഗം യുവാക്കളും അതിനെ പിൻപറ്റുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കുകയേ ഇല്ല സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ സ്വഹാബാക്കൾ അത്ഭുതത്തോടെ ചോദിക്കുകയാ, അവയകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ ഒന്ന് സംഭവിക്കുന്ന കാലം വരൂ നബിയേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഅം വശദ്ദ മിനു, അതുക്കും മേലെ, അതുക്കും അപ്പുറത്ത് സംഭവിക്കും സഹാബ. അതുക്കും മേലെ സംഭവിക്കാതെ ലോകമസ്തമിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന സത്യമല്ലേ, യാഥാർത്ഥ്യമല്ലേ? തീർച്ചയായും പുരുഷന്മാര് സ്ത്രീകളുടെ വേഷം കെട്ടുന്ന കാലമല്ലേ. ഇതിൽ നിന്ന് തെറ്റിച്ച വസ്തുത ഏതാണ്? ശരിയല്ലേ? മുടി കെട്ടുന്നത് പെണ്ണുങ്ങളെ പോലെ, വസ്ത്രം ധരിക്കുന്നത് പെണ്ണുങ്ങളെ പോലെ, ബോ വെക്കുന്നു, മുടിയൊക്കെ ഇങ്ങനെ പിറകോട്ട് ചീകിയിട്ടിട്ട് ബോ ഇങ്ങനെ വെക്കുന്നു.
ഒരു ആർച്ചെടുത്ത് പെണ്ണുങ്ങൾ വെക്കുന്ന പോലെ ആർച്ചെടുത്ത് തലയിൽ വെക്കുന്നു. കാത് കുത്തുന്നു, മൂക്ക് കുത്തുന്നു. പോട്ടെ, എല്ലാം പോട്ടെ. ലിംഗം മാറ്റി വെക്കുന്നു. തീർന്നില്ല. പ്രസിഡന്റ് സമ്മതിച്ചു അതേന്ന് ആന്ന്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ആ മൊബൈലിൽ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയല്ലേ. നിങ്ങൾ ആരെങ്കിലും എന്നോട് ആവശ്യമില്ലാത്തത് ഉസ്താദ് പറഞ്ഞാൽ തള്ളിയിട്ട് പോയാൽ ഞങ്ങൾ സമ്മതിക്കൂല. ഇത് കാണിച്ചെന്നാണ് ഞാൻ കാണിച്ചു തരും. ഞാൻ റെഡിയാക്കി വെച്ചിരിക്കല്ലേ. ഈ അടുത്ത സമയത്ത് മംഗലാപുരത്ത് നിന്ന് 2 ചെറുപ്പക്കാർ, മുസ്ലിം ചെറുപ്പക്കാർ, 2 ചെറുപ്പക്കാർ ബാംഗ്ലൂരിൽ പോയി ഓപ്പറേഷൻ ചെയ്ത് പെണ്ണായി മാറി. 2 ചെറുപ്പക്കാർ. ഫോട്ടോ ഒക്കെ ഉണ്ട്. കണ്ടാൽ ഐശ്വര്യറായി തോറ്റു. അടിപൊളി സാധനം. അത്രയ്ക്ക് ഇരിക്കാൻ കണ്ടാല് ആണാണ് സംഭവം. പക്ഷെ പെണ്ണായിട്ട് മാറി. എന്നാലോചിച്ച് നോക്കി. ആണ് പെണ്ണാവുന്ന ഒരു കാലം ഒരു വിശ്വാസങ്ങൾ പറഞ്ഞല്ലേ, അതങ്ങനെ ആയില്ലേ? ഇതാകണല്ലോ. അല്ലെ ഈ ദുനിയാവ് അസ്തമിച്ചിവിടുന്ന് പോകാൻ പറ്റുള്ളൂ നമുക്കൊക്കെ. ലോകം അസ്തമിക്കുന്നതിന്റെ കാരണങ്ങളിൽ പറഞ്ഞ കൂട്ടത്തിൽ വന്നതാണിത്. ആണ് പെണ്ണിന്റെ കോലം കെട്ടും. കറക്റ്റ്. അവന്റെ ലിംഗമാറ്റ ശസ്ത്രക്രിയ ബാംഗ്ലൂരിൽ പോയാൽ 90,000 റുപ്യാണ് അതിന് ചെലവ്. ഈ 90,000 റുപ്യ ഇവ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമ്പോൾ അവന്റെ ഉമ്മ ഒക്കെ ഓനെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോ അവ ഇങ്ങനെ കിടന്നിട്ട് പറയുന്ന ആ വോയിസ് വരെ ഉണ്ട്. കാലം പോയ പോക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. അതേപോലെ പെണ്ണ് ആണായി. ഇതൊന്നും ഇപ്പൊ ഞങ്ങളിപ്പോ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും പെട്ടെന്ന് നെറ്റിലടിച്ചു നോക്കിയാൽ ഇതെല്ലാം കാണാമല്ലോ. ഇതൊക്കെ ഈ പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്ന്. ഇതൊക്കെ സംഭവ യാഥാർത്ഥ്യമാണ്. പക്ഷെ നബി പറഞ്ഞിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. അതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇതുണ്ട്, സംഭവിക്കണം. പെണ്ണ് ആണാവും, ആണ് പെണ്ണാവും. പെണ്ണ് ആണിന്റെ കോലം കെട്ടും, ആണ് പെണ്ണിന്റെ കോലം കെട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശപിക്കപ്പെട്ടവരുടെ 2ാമത്തെ കൂട്ടത്തിൽ ആരാ? അൽ മുതശബ്ബിഹാതു മിനൻ നിസാഇ ബിർരിജാൽ. ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണാണ്. ആണിനെ പോലെ ജീവിക്കാൻ കൊതിക്കുന്ന പെണ്ണാണ്. ടീഷർട്ട് ഇടുകയാണ്, ഇറുകിയ ജീൻസ് ധരിക്കുകയാ, തന്റെ മുടി ബോബ് ചെയ്ത് ചെറുതാക്കി വെട്ടിച്ചുരുക്കുകയാണ്, തന്റെ ലിംഗം മാറ്റിവെച്ച് പുരുഷ ലിംഗത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ശസ്ത്രക്രിയ നടത്താൻ കൊതിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗം ലോകത്ത് വരാതെ ലോകം അസ്തമിക്കില്ല സ്വഹാബത്തേ. അവർ ശപിക്കപ്പെട്ടവരാണ്. അവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമാണ്. ആദരവായ ഹബീബായ തങ്ങളും മാലാഖമാരും സ്വാലിഹീങ്ങൾ അടക്കമുള്ളവർ അവരെ ശപിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ലഅനല്ലാഹു റജുലാ യൽബസു ലിബ്സതൽ മർഅതി. ഒരു പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണ്, ഒരു യുവതിയുടെ വേഷം ധരിക്കുന്ന യുവാവേ, അല്ലാഹു നിന്നെ ശപിച്ചിരിക്കുകയാണ്. നിന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കേണ്ട താമസം ആ ഖബർ നിന്നെ വെറുതെ വിടില്ല കേട്ടോ. അല്ലാഹുവേ, ഈ സമൂഹത്തെ ഈ അശ്ലീലതകളിൽ നിന്ന്, അധാർമികത്വത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. നബി തങ്ങൾ പറയുകയാ, അവരുടെ മേൽ ശാപമാ. ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണെ, ലഅനല്ലാഹു ഇംറാതൻ, ഒരു പെണ്ണിനെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. തൽബസു ലിബ്സതർ റജുലി, ഒരു പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന പെണ്ണെ അല്ലാഹു അവളെ ശപിച്ചിരിക്കുന്നു എന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു. ആണിന്റെ കോലം പെണ്ണ് കെട്ടാൻ പാടില്ല, പെണ്ണിന്റെ കോലം ആണും കെട്ടാൻ പാടില്ല. പെണ്ണ് തന്നെയാണ്, ആണ് തന്നെയാണ്. ആണും പെണ്ണിനെ ഒന്നാക്കാനുള്ള പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആണും പെണ്ണിനെ ഒന്നാക്കുക. അതിനാണിപ്പോ എന്താ ലിംഗസമത്വമെന്നോ ജെൻഡർ ന്യൂട്രാലിറ്റിന്നോ ഒക്കെ പറഞ്ഞിട്ട് പുതിയ സിസ്റ്റങ്ങളായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒക്കെ വരുന്നുണ്ട്. ആണും പെണ്ണും ഇനി ഇത് ആണും പെണ്ണും ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഈ മറയുടെ ആവശ്യമില്ല. ആണും പെണ്ണും ഒരേപോലെ ഇരുന്ന് വാത് കേൾക്കണം. ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എം പി കൊച്ചിക്കോയ തങ്ങടക്ക് ഭാരം അദ്ദേഹത്തിന്റെ ഭാര്യ വരും. ഒരു കാലം ഇനി അങ്ങനെ ആയിരിക്കും. നമ്മുടെ പള്ളിയിലെ ഖത്തീബ് ആണുങ്ങളായിരിക്കും, മുക്രിച്ച പെണ്ണായിരിക്കും ചിലപ്പോ. അങ്ങനത്തെ ഒരു കാലം വരും. നിങ്ങൾ ചിരിക്കേണ്ട സംഭവം അല്ല. അതല്ലേ ഇപ്പൊ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ആണ് പെണ്ണാവുക, പെണ്ണാണാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് തുല്യമായിട്ട് എല്ലാ രണ്ടുപേരും ഒരേപോലെ ഈക്വലായിട്ട് ജീവിച്ചാൽ മതി. പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക ബാത്റൂം, ആണുങ്ങൾക്ക് ഒരു പ്രത്യേക ബാത്റൂം, പെണ്ണുങ്ങൾക്ക് പ്രത്യേക സിറ്റിംഗ്, ആണുങ്ങൾക്ക് പ്രത്യേക, അങ്ങനെയൊന്നുമില്ല. ചില സ്ഥലത്ത് പോകുമ്പോഴേ ക്യൂ എല്ലാവർക്കും ഒന്നേ ഉള്ളൂ. ആണിനും പെണ്ണിനും ഒറ്റ ക്യൂ. പെണ്ണിന്റെ ബാക്കിൽ പോയിട്ട് ആണ് ഇങ്ങനെ നിന്നോണം.
അതാണ് ക്യൂ. പക്ഷെ ചില സ്ഥലത്തുണ്ട് പെണ്ണുങ്ങൾക്ക് വേറെ ക്യൂ, ആണുങ്ങൾക്ക് വേറെ ക്യൂ. അപ്പൊ ആണിനെയും പെണ്ണിനെയും ഒരേ ലൈനിൽ കൊണ്ടുവരാണ്. പക്ഷെ സാധിക്കില്ല. ഖുർആൻ പറഞ്ഞതിനെതിരല്ലേ അത്? ഇസ്ലാമിനെതിരാണല്ലോ അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ഇതൊക്കെ ചർച്ച ചെയ്തത് ആണിന് വേറെ നിയമം, പെണ്ണിന് വേറെ നിയമം, അങ്ങനെയാണ് പഠിപ്പിച്ചത്. അല്ല ആണിനും പെണ്ണിനോട് ഒരുമിച്ചിട്ടല്ല. അങ്ങനെ ഒരു നിയമം അല്ല നമുക്കുള്ളത്. പൊതുവായ നിയമമുണ്ട്. അതല്ല ആണിന് ആണിൻ്റെതായ നിയമമുണ്ട്, പെണ്ണിന് പെണ്ണിൻ്റെതായ നിയമമുണ്ട്. അങ്ങനല്ലേ? പെണ്ണിന് നമുക്ക് സ്ഥാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണ് വീട്ടിൽ നിസ്കരിച്ചാൽ മതി, പെണ്ണ് വീട്ടിലിരുന്നാ മതി, പെണ്ണ് വീട്ടിൽ ഇബാദത്ത് ചെയ്താൽ മതി, ആണ് പള്ളിക്ക് വരട്ടെ, അവൻ പള്ളിയായിട്ട് ബന്ധപ്പെടട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ട പെണ്ണുങ്ങൾ പോയിട്ട് ചോദിച്ചു, അല്ല ഞങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടോ? അത് വലിയൊരു സംശയം തന്നെയാണ്. പരിശുദ്ധമായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ എന്ന മഹദി, ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ പ്രിയങ്കരിയാണ്, പ്രിയതമയാണ്, സഹധർമ്മിണിയാണ്, ഭാര്യയാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നബിയേ, നിങ്ങൾ ആണുങ്ങളാണ്, പുരുഷന്മാരാണ്, നിങ്ങൾ പള്ളികളിലേക്ക് പോവുകയല്ലേ, നിങ്ങൾ അല്ലാഹുവിന്റെ ധർമ്മസമരത്തിൽ പങ്കെടുക്കുകയല്ലേ, നബിയേ, അങ്ങയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ, അങ്ങയുടെ കൈക്ക് പിടിച്ച് ബൈഅത്ത് ചെയ്യാൻ സ്ത്രീകളായ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് യാ റസൂലല്ലാഹ്. അങ്ങ് പള്ളിയിൽ നമസ്കരിക്കുമ്പോ, തറാവീഹ് പങ്കെടുക്കുമ്പോ, അവിടെ ഒരുപാട് ഇഫ്താറിലും ഇബാദത്തുകളും ഖിയാമിലും ഒക്കെയായി കഴിയുമ്പോ അടുക്കളയിൽ പണിയെടുക്കുന്ന സ്ത്രീകളായ ഞങ്ങൾക്ക് കൂലി ലഭിക്കുമോ യാ റസൂലല്ലാഹ്? പരിശുദ്ധമായ റമളാനാണ്. പുരുഷന്മാര് പള്ളികളിൽ പോയി നമസ്കരിക്കുന്നു, ഇബാദത്ത് എടുക്കുന്നു. സ്ത്രീകളായ ഞങ്ങൾ വീടിന്റെ ഉള്ളിൽ തളച്ചിടപ്പെട്ടവരാണ്. ഞങ്ങൾക്കതിന്റെ സവാബ് ലഭിക്കുമോ നബിയേ? അതിന്റെ പ്രയോജനം ഉണ്ടാകുമോ നബിയേ? ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് മഹദിയായ ഉമ്മു സലമ എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ചോദിക്കുകയാണ്, ഹബീബായ തങ്ങളോട് സ്ത്രീകളുടെ ആശങ്ക അറിയിക്കുകയാണ്. സ്ത്രീകൾക്ക് ശരിയല്ലേ, നമ്മളൊക്കെ പള്ളിക്ക് പോകുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കര വിഷമാണ്. നിങ്ങളൊക്കെ പള്ളിയിൽ പോകുന്നു, തറാവീഹിൽ എല്ലാവരോട്ട് കൂടുന്നു, അവിടെ നോമ്പ് തുറക്കുന്നു, എന്താണ് റാഹത്തില്ലേ? ഞങ്ങൾ ഇവിടെ ഇരുന്നാലും ഞങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് പത്തിരി ഉണ്ടാക്കി തരിക, കോഴിക്കറി ഉണ്ടാക്കി തരിക, ഇറച്ചി ഉണ്ടാക്കി തരിക, പത്തൽ ഉണ്ടാക്കി തരിക, ഇതൊക്കെയാണ് ഞങ്ങളുടെ പണി. ഞങ്ങൾക്ക് ഈ കൂലി കിട്ടുമോ? അതാണ് ചോദിച്ചതിന്റെ സാരാംശം. നിങ്ങൾ ആണുങ്ങൾക്ക് അല്ലാഹ് എന്തെല്ലാം ചെയ്യുന്നു, പെണ്ണുങ്ങൾക്ക് ഞങ്ങൾക്കൊന്നുമില്ല. ഇങ്ങനത്തെ ധാരണ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ പ്രത്യേകമായി ഒതുക്കപ്പെട്ടവർ, നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും സഞ്ചരിക്കാം, നിങ്ങൾക്ക് എത്ര കൂലിയാ അല്ലാഹ് തരുന്നത്? ആശങ്ക അറിയിച്ചു സ്ത്രീകൾ പോയിട്ട്. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. നബിക്ക് മറുപടി പറയാൻ പറ്റൂല, മോളിൽ നിന്ന് ഉത്തരവ് കിട്ടണ്ടേ? അള്ളാന്റെ അടുക്കൽ നിന്ന് ഉത്തരവ് കിട്ടാതെ നബി തങ്ങൾ അങ്ങനെ മറുപടി പറയും? ഇതിനെക്കുറിച്ച് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനിയായിരുന്നു. ഇതാ വരുന്നു നസലൽ അമീൻ മലക് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് ഓതി കൊടുക്കുകയാണ് സൂറത്തുൽ അഹ്സാബിലെ ഒരായത്ത്, വലിയ ഒരായത്ത്. وَاذْكُرْنَ مَا يُتْلَى فِي بُيُوتِكُنَّ مِنْ آيَاتِ اللَّهِ وَالْحِكْمَةِ إِنَّ اللَّهَ كَانَ لَطِيفًا خَبِيرًا إِنَّ الْمُسْلِمِينَ وَالْمُسْلِمَاتِ وَالْمُؤْمِنِينَ وَالْمُؤْمِنَاتِ وَالْقَانِتِينَ وَالْقَانِتَاتِ وَالصَّادِقِينَ وَالصَّادِقَاتِ وَالصَّابِرِينَ وَالصَّابِرَاتِ وَالْخَاشِعِينَ وَالْخَاشِعَاتِ وَالْمُتَصَدِّقِينَ وَالْمُتَصَدِّقَاتِ وَالصَّائِمِينَ وَالصَّائِمَاتِ وَالْحَافِظِينَ فُرُوجَهُمْ وَالْحَافِظَاتِ وَالذَّاكِرِينَ اللَّهَ كَثِيرًا وَالذَّاكِرَاتِ أعد الله لهم مغفرة وأجرا عظيما ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فلنحيينه حياة
طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون من عمل صالحا من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نخيرا. പരിശുദ്ധമായ ആയത്തിറങ്ങുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് സഹോദരിമാരെ, നിങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരമായി, നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ഇതാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് ജിബ്രീൽ ഇറങ്ങി വന്ന് പറയുകയാണ്, നബിയേ ആ സ്ത്രീകളുടെ ചോദ്യത്തിന് മറുപടി പറയണേ നബിയേ. സ്ത്രീകൾ വീട്ടിലിരുന്ന് നോമ്പെടുത്താൽ കൂലിയുണ്ടോ? സ്ത്രീകൾ വീട്ടിൽ പാചകം ചെയ്താൽ കൂലിയുണ്ടോ? പുരുഷന്മാര് പള്ളിയിൽ പോകുന്നത് പോലെ ഞങ്ങളും പോകട്ടെ, ഞങ്ങളും അതുപോലെ നമസ്കരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഇതാ ആയത്തിറക്കി അല്ലാഹു അതിന് മറുപടി പറയുകയാണ്. വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ. പൊന്നുപെങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ വീടുകളിൽ ഇരുന്ന് പാരായണം ചെയ്യണേ. ഒന്ന്, വീട്ടിലിരുന്ന് ഓതിക്കോ. വീട്ടിലിരുന്ന് ഖുർആൻ ഓതിയാല് എല്ലാ ഇടങ്ങേറും പോവും, എല്ലാ പിശാചും പോവും, എല്ലാ ശൈത്താനും പോവും. സൂറത്തുൽ ബഖറ ഓതിക്കോ. സൂറത്തുൽ ബഖറ ഓതിയിട്ട് വെള്ളത്തിൽ ഓതി കുടിക്കണേ. അത് നിങ്ങൾ കുളിക്കണേ. അത് നിങ്ങളുടെ വീടുകളിൽ വിതരണേ, ചിതരണേ. എങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളിലുള്ള മുസീബത്തുകൾ ഇറങ്ങിപ്പോകാൻ അതൊരു കാരണമാണ് കേട്ടോ. സൂറത്തുൽ ബഖറ ഉറക്ക ഓതണം. പരിശുദ്ധമായ ഖുർആനിൽ ഏത് പിശാചിനെ ഓടിക്കാനുള്ള ആയത്തുണ്ട്, ഏത് പിശാചിനെ ഹാളിറാക്കാനുള്ള ആയത്തുണ്ട്. ആ പിശാച് വന്ന വഴിയെ പരസ്യമായിട്ട് പറഞ്ഞ് അത് ഓടുന്ന ആ രംഗവും പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും വീട്ടിൽ വന്ന് കതവ് തട്ടുന്നു, ആരെങ്കിലും വന്ന് ഇങ്ങനെ തോണ്ടുന്നു, ഏതെങ്കിലും പെണ്ണിനെ വന്ന് മാന്തിപ്പറിക്കുന്നു, ഇതിനെല്ലാം പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല വ്യക്തമായ നിലയിൽ അതിന്റെ ആയത്തുകൾ പഠിപ്പിച്ചിരുന്നുണ്ട്. അത് ഓതേണ്ട രീതിയിൽ ഓതിയാൽ ഏത് ശൈത്താനും പമ്പ കിടക്കും. പക്ഷെ നമ്മൾ അതിനെ സ്വീകരിക്കുന്നില്ല. ഖുർആന്റെ ആയത്താണിത്, വീട്ടിൽ ഓതിക്കോളാൻ. നിങ്ങൾ വീട്ടിൽ പാരായണം ചെയ്യും. പക്ഷെ അതിന്റെ മഹത്വം ഖുർആന്റെ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ നമുക്ക് ഏത് കാര്യത്തിനും നമുക്ക് ഹിഫാലത്ത്, സംരക്ഷണം, പരിശുദ്ധമായ ആയത്തുകള്, സൂറത്തുകള്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇസ്തിആദ, ഇതിലൂടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ പഠിക്കണം, അതൊക്കെ മനസ്സിലാക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ആയത്തിറക്കി കൊടുത്തു. ഇതാണ് ഓതി കൊടുക്കുന്നു. വീട്ടിൽ നിങ്ങൾ ഓതിക്കോളി. ഖുർആനാണ്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. കണ്ടോ, അല്ലാഹ് വേർതിരിച്ചു പറഞ്ഞു. മുസ്ലിമായ പുരുഷൻ, മുസ്ലിമത്തായ സ്ത്രീ, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിയായ പുരുഷൻ, സത്യവിശ്വാസിനിയായ സ്ത്രീ. പ്രത്യേകം സ്ത്രീകളുടെ ആശങ്കയ്ക്ക് മറുപടി അല്ലാഹ് ഇറക്കി കൊടുത്താണ്. സ്ത്രീകളുടെ ആശങ്കയ്ക്ക് മറുപടി. ഞങ്ങൾ ഇങ്ങനെ ഇബാദത്ത് ചെയ്താൽ കൂലിയുണ്ടോ? പുരുഷന്മാർക്ക് മാത്രം അല്ലാഹ് വാരിക്കോരി കൊടുക്കുന്നു, ഞങ്ങൾക്കില്ലേ? ഞങ്ങൾക്ക് കുറവാണോ? ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാനാണ്. ഇപ്പൊ ഈ നിയമങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാക്കാമാർ തന്നെ. ഇപ്പൊ വസ്തുവിന്റെ, സ്വത്തിന്റെ, പെൺകുട്ടികളുടെ ഒക്കെ അവകാശത്തില് കാസർഗോഡുള്ള ഒരു വക്കീലിന്റെ ഭാഷണമൊക്കെ വന്നല്ലോ. അതിനൊക്കെ മറുപടി ഖുർആനിലുണ്ട്. ഞാൻ അതിലേക്ക്, എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ എന്റെ സബ്ജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അല്ലാഹു തആല പറയാണ്, പുരുഷൻ സ്ത്രീ വേർതിരിച്ച് പറയാണ്. അല്ല, ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് രണ്ടും ജെൻഡർ ന്യൂട്രാലിറ്റി, ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത്. ഞാൻ ഇങ്ങനെ കൈ കാണിച്ചാൽ മനസ്സിലാക്കിക്കൊള്ളണം. ഖാനിതീൻ പുരുഷന്മാർ, ഖാനിതാത്ത് സ്ത്രീകൾ. അനുസരണയുള്ള പുരുഷന്മാർ, അനുസരണയുള്ള സ്ത്രീകൾ. വസ്സാദിഖീന വസ്സാദിഖാത്ത്. ഉണ്ടോ? സാദിഖീങ്ങളായവർ, സാദിഖാത്തുകളായവർ. ഇവിടെ പ്രത്യേകിച്ച് അല്ലാഹ് പറഞ്ഞ വാക്കല്ല. വസ്സാബിരീന വസ്സാബിറാത്ത്, ക്ഷമയുള്ള പുരുഷന്മാർ, ക്ഷമയുള്ള സ്ത്രീകൾ. വൽ ഖാശിഈന വൽ ഖാശിയാത്ത്, അല്ലാഹുവിനെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഭയപ്പെടുന്ന വിധേയത്വമുള്ള പുരുഷന്മാർ, വിധേയത്വമുള്ള സ്ത്രീകൾ. വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, സദഖ ചെയ്യുന്ന പുരുഷന്മാർ, സദഖ ചെയ്യുന്ന സ്ത്രീകൾ. കണ്ടോ? അപ്പൊ സദഖയിലും രണ്ടുപേരുണ്ട്.
ഇവർ ചെയ്യുന്ന പോലെ നിങ്ങളും ചെയ്യണം. നോമ്പെടുക്കുന്ന പുരുഷന്മാർ, നോമ്പെടുക്കുന്ന സ്ത്രീകൾ. മൊത്തത്തിൽ നോമ്പെന്നങ്ങ് പറഞ്ഞ പോരെ. നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ അല്ലാഹ് ഈ ആയത്തിറക്കിയത്. സ്ത്രീകളുടെ വിഷമം മാറ്റിയെടുക്കാനും സ്ത്രീകളുടെ ആശങ്കയ്ക്ക് പരിഹാരമായിട്ടാണ് അല്ലാഹ് ഈ ആയത്തിറക്കിയത്. എല്ലാ സ്ത്രീകള് പുരുഷന്മാർക്കേ ഉള്ളൂ, പുരുഷന്മാർക്ക് ഞങ്ങൾക്കൊന്നുമില്ലേ, ഞങ്ങൾക്കൊന്നും വേണ്ടേ? ഇതിന് പരിഹാരമാണ് അല്ലാഹ് ഈ ആയത്തിറക്കുന്നത്. നോമ്പെടുക്കുന്ന പുരുഷന്മാരും നോമ്പെടുക്കുന്ന സ്ത്രീകളും, ഗുഹ്യഭാഗം സൂക്ഷിക്കുന്ന പുരുഷന്മാരും ഗുഹ്യഭാഗങ്ങൾ സൂക്ഷിക്കുന്ന സ്ത്രീകളും, അധികമായി ദിക്ർ ചൊല്ലുന്നത് പുരുഷനാണോ, അധികമായി ദിക്ർ ചൊല്ലുന്നത് സ്ത്രീകളാണോ? ഇത് രണ്ടും അല്ലാഹു ഇവിടെ പരാമർശിക്കുകയാണ്. പുരുഷന്മാരെ, യുവാക്കളെ, നിങ്ങൾ അധികമായി ദിക്ർ ചൊല്ലിയാലും, സ്ത്രീകളെ അവരെക്കാൾ കൂടുതൽ നിങ്ങൾ ദിക്ർ ചൊല്ലിയാലും, അഅദ്ദല്ലാഹു ലഹു മഗ്ഫിറതൻ വ അജ്റൻ അളീമാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പുരുഷന്മാർക്ക് കൊടുക്കുന്നത് പോലെയുള്ള പ്രതിഫലം അല്ലാഹു നിങ്ങൾക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. വലാ യുളമൂന നഖീറാ. ഒരൽപ്പം പോലും അല്ലാഹു കുറയ്ക്കുകയില്ല കേട്ടോ. ഇവർക്ക് എത്ര കൂലി കൊടുക്കുന്നു അത് നിങ്ങൾക്കും കിട്ടും. ഇവര് പള്ളിക്ക് പോയിട്ട് തറാവി നിസ്കരിച്ചാൽ അവർക്ക് കിട്ടുന്ന കൂലി എന്താണോ, നിങ്ങൾ വീട്ടിൽ തറാവി നിസ്കരിച്ചാൽ നിങ്ങൾക്കും കിട്ടും. ഇവര് വീട്ടിൽ പള്ളിയിൽ പോയിട്ട് ജുമാ ജമാഅത്തിന് പങ്കെടുക്കുന്നുവെങ്കിൽ നിങ്ങൾ പുറയിൽ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ കൂലി അവിടെ കിട്ടും. അതല്ലേ ഏറ്റവും നല്ലത്. നമുക്ക് അങ്ങനെ എങ്ങനെ അല്ലാഹ് പറഞ്ഞിരുന്നത്, നമ്മൾ പുറയെ തന്നെ നിസ്കരിച്ചാൽ നമ്മൾ പള്ളിയിൽ പോകില്ല. എങ്ങനെയെങ്കിലും ഈ നിയമം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങനെ നോക്കുകയാണ്, പുറയ്ക്ക് നിസ്കരിക്കാൻ, വീട്ടിൽ നിസ്കരിക്കാൻ. പെണ്ണുങ്ങൾക്ക് ഇത്ര സൗകര്യം അല്ലാഹ് ചെയ്തു കൊടുത്തിരിക്കാൻ. നിങ്ങൾ അവിടെ നിസ്കരിച്ചോളി. മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. ആണാകട്ടെ പെണ്ണാകട്ടെ ഒരു നന്മ ചെയ്യുന്നത് ആരാണോ അവർ സത്യവിശ്വാസിയാണ്. ആണിന് കൊടുക്കുന്നത് പോലെ പ്രതിഫലം അല്ലാഹു ആ പെണ്ണിനും നൽകുമത്രേ. ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. ഭൗതികമായ ലോകത്ത് അല്ലാഹു അവർക്ക് നല്ല ജീവിതം സമ്മാനിക്കുമത്രേ. വലനജിസിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവര് ചെയ്യുന്നതിന്റെ പ്രതിഫലം അല്ലാഹു സമമായിട്ട് ആണിനും പെണ്ണിനുമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുകയാണ്. ആണ് ചെയ്യുന്നതിന്റെ പ്രതിഫലം അവർക്ക്, പെണ്ണ് ചെയ്യുന്നതിന്റെ പ്രതിഫലം അവർക്ക്. ഫൗലൈക യദ്ഖുലൂനൽ ജന്ന. അമലുകളുടെ പേരിൽ അല്ലാഹു അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. വലാ യുളമൂന നഖീറാ. അല്ലാഹു ഒരൽപ്പം പോലും അവരോട് അക്രമം പ്രവർത്തിക്കുകയേ ഇല്ല. പിന്നെന്താ വിഷമം? ആണിന് ആണ്, പെണ്ണിന് പെണ്ണ്. പ്രത്യേകം അല്ലാഹ് എടുത്തു പറഞ്ഞു, ആണിന് ആണ്, പെണ്ണിന് പെണ്ണ്. ഒരാണ് സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ ആ സുബ്ഹാനല്ലാഹ് ഒരു പെണ്ണും പറഞ്ഞാൽ പെണ്ണിന് 50, ആണിന് 100 അല്ല. ആണിന് 100 ആണെങ്കിൽ അതുപോലെ തന്നെ പെണ്ണിന് 100 അല്ലാഹ് കൊടുക്കും. പിന്നെന്ത് വേണം? വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ആണിനും അല്ലാഹു കൊടുക്കുന്നു, പെണ്ണിനും അല്ലാഹു കൊടുക്കുന്നു. അപ്പൊ ആണ് വേറെ, പെണ്ണ് വേറെ. അവരുടെ ജിൻസ് ശാരീരികമായി ഇബാദത്തിൽ ഒരേ കൂലിയാണ്, ഒരു കുറവും അല്ലാഹു നൽകുകയില്ല. അത് ആദ്യം ശ്രദ്ധിച്ചോളി. ഭർത്താവിനെ നിങ്ങൾ ഖിദ്മത്ത് ചെയ്യുമ്പോൾ കൂടുതൽ കൂലിയാണ്, കൂടുതൽ കൂലി കിട്ടും. ഒരു പെണ്ണിന് അല്ലാഹു തആല ചെയ്തിരിക്കുന്ന നിഅമത്ത് ആണുങ്ങളെക്കാൾ എന്നാ കുറച്ച് കൂലി കൂടുതൽ പെണ്ണുങ്ങൾക്ക് ഉണ്ട് കേട്ടോ. അതുണ്ട്. അത് ഗർഭിണിയാവുമ്പോ, അതൊക്കെ അതിന്റെ വിഷയം അങ്ങോട്ടേക്ക് പോയാലും വേറെ യുവാക്കളുടെ വിഷയം കുറഞ്ഞു പോകും. ഒരു ഭയങ്കര കൂലിയാണത്. ഗർഭിണിയാൽ എന്താ കൂലി എന്ന് പെണ്ണിനറിയോ? എന്താണ് അവർക്ക് കൂലി? അത് ആണിന് കിട്ടുമോ? ഇല്ല, ആ കൂലി ആണിന് കിട്ടൂല. മുല കൊടുത്താൽ ആണിന് കൂലി കിട്ടൂല, ഉപ്പാക്ക് കിട്ടൂല, ഉമ്മാക്ക് കിട്ടുക, ഭർത്താവിന് കിട്ടൂല, ഭാര്യയ്ക്ക് കിട്ടുക. പ്രസവിക്കുന്നു, ഭാര്യയ്ക്ക് കിട്ടുക, ഭർത്താവിന് കിട്ടൂല. നമുക്ക് കിട്ടൂല, നമുക്കിതൊന്നും കിട്ടൂല.
അതാണ് അല്ലാഹു തആല ചെയ്തിരിക്കുന്ന നിഅമത്ത്. നിങ്ങൾക്ക് വലിയ നിഅമത്ത് കൂടുതലാണ്. പിന്നെ നിങ്ങൾ വിഷമം നിങ്ങൾക്ക് പിന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആണിന് വേറെ പെണ്ണിന് വേറെ. പിന്നെ നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ചില നിയമങ്ങൾ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ആ നിയമങ്ങൾ നിങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക. അതല്ലാതെ ആണിന്റെ സ്ഥാനത്ത് പെണ്ണ്, പെണ്ണിന്റെ സ്ഥാനത്ത് ആണ്, അത് പാടില്ല. അത് പാടില്ല. അതങ്ങനെ ഉണ്ടാകാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് പെണ്ണിന് പെണ്ണിൻ്റെതായ സ്ഥലം, ആണ് ആണിൻ്റെതായ സ്ഥലം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാലം വരും, ആണ് പെണ്ണിന്റെ സ്ഥാനത്ത് വരും, പെണ്ണ് ആണിന്റെ സ്ഥാനത്ത് വരും. അത് ഖിയാമത്ത് നാൾ. അത് പ്രതീക്ഷിച്ചോളി. ഇതിനൊക്കെ തകിടം മറിച്ചിൽ വന്നാൽ, ഇതൊക്കെ തലതിരിഞ്ഞ് വന്നാൽ നമ്മൾ മനസ്സിലാക്കിക്കോ, ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ലാ തഖൂമുസ്സാ ഹത്താ അതാഅ റജുലു ഇംറാതഹു. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അടിമപ്പടി ചെയ്യേണ്ട, അടിമപ്പെടുന്ന ഒരു കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല. ഒരു പെണ്ണ് ഒരു ബോയ് ഫ്രണ്ടിനെ ഇഷ്ടപ്പെട്ടിട്ട് തന്റെ മാതാപിതാക്കളുടെ വാക്കുകളെ അവഗണിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കുകയില്ല സഹാബത്തേ. ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി നബി തങ്ങളോട് ചോദിക്കുകയാണ്, അവയകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാലം വരുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണിത്. ആണുങ്ങളും പെണ്ണുങ്ങളുടെയും വിഷയത്തിൽ ആണുങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം പെണ്ണുങ്ങൾക്ക്. എന്നാൽ ചില സമയത്ത് ആണുങ്ങൾ പെണ്ണിന് അടിമപ്പെടുന്ന ഒരു സാഹചര്യം വരും. എന്നാൽ എന്ത് ചെയ്യും? അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. 4 കാര്യങ്ങൾ കൂടുതൽ ചോദിക്കണമെന്നാണ്. അപ്പൊ കൂട്ടത്തിൽ നമ്മൾ സദക്കകളും കൂടെ ചെയ്യണം. നമ്മുടെ അൽഹംദുലില്ലാഹ് നല്ല പരിപാടി നിർത്താൻ സമയമായോ? അല്ല, ബക്കറ്റ് എടുത്ത് ചോദിച്ചാണ്. അല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ഈ പിന്നെ സംഘാടകർ 11 മണിക്ക് നിർത്തണം ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു. അതിനാണ് ഈ പെട്ടെന്ന് പരിപാടി തുടങ്ങുന്നത്. മോനെ ഇത് കുറച്ച് കാറ്റ് എല്ലാവരും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. എല്ലാവരും കാര്യമായ ഒരു സദഖ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഓൺ തന്നെ ഓണാക്കുന്നുണ്ടോ? മൈക്ക് കുഴപ്പം വരാത്ത രീതി. മൈക്കിനെ കൊണ്ട കുറച്ചുകൂടെ സൗണ്ട് കൂട്ടിക്കോ കേട്ടോ. ട്രിബിള്. നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന ബക്കറ്റ് ഒരാളും വെറുതെ വെറും കൈയോടെ പറയരുത്. നല്ല റാഹത്തായിട്ട് ബിസ്മിയും പറഞ്ഞു. അല്ലാഹ്, ഈ ഒരു പരിശുദ്ധമായ മാസമാണ്. ഈ മാസത്തിൽ ഇതിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട്, നമ്മുടെ ദുആയുടെ മജ്ലിസാണ്, നമ്മൾ ദുആ ചെയ്താണ് പിരിഞ്ഞു പോകുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് ഇരുന്നാലും ഞാൻ കാര്യം പറഞ്ഞു തരും. കാരണം ഇത്രയും 2 മണിക്കൂർ പ്രസംഗിക്കാൻ 9 മണിക്കൂർ യാത്രയാണ്. എല്ലാവരും പറയും 2 മണിക്കൂറത്തെ പ്രസംഗമല്ലേ ഉള്ളൂ, വലിയ കാര്യമല്ല ഉണ്ടെന്ന്. 2 മണിക്കൂർ പ്രസംഗത്തിന് 18 മണിക്കൂർ യാത്രയാണ്. 9 മണിക്കൂർ ഇങ്ങോട്ട്, 9 മണിക്കൂർ അങ്ങോട്ട്. പ്രസംഗം 2 മണിക്കൂറാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ള സമയം നമുക്ക് മാക്സിമം പ്രയോജനപ്പെടുത്തണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. 11 മണിക്ക് ഈ ചൂടൊക്കെ ആയതുകൊണ്ട് നേരത്തെ പ്രസംഗം തുടങ്ങി നേരത്തെ നിർത്താനാണ് സംഘാടകർ ആഗ്രഹിച്ച് 8 മണിക്ക് വാ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വരൂല, അത് വരിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നേരത്തെ 9 മണിക്കൊക്കെ വന്നൊരു 12 മണിക്കകത്ത് തീർത്ത് പോകുന്ന സിസ്റ്റത്തിൽ ഇൻഷാ അല്ലാഹ് വരിക. നമുക്ക് 11 മണി ആയിട്ടുള്ളൂ. ഒരു അരമണിക്കൂറോടൊക്കെ നമുക്ക് പറയാം അല്ലേ? അല്ല, നിങ്ങൾ പറഞ്ഞെങ്കിൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ചൂടല്ലേ, ഇപ്പൊ നല്ല വിശാല സൗകര്യമല്ലേ. അള്ളാഹു നിങ്ങൾക്ക് മഴയും പെയ്പ്പിച്ചു തന്നില്ലേ? നാട്ടിലൊക്കെ അള്ളാഹു മഴയും തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിഷമിക്കുകയും വേണ്ട. ഇതൊക്കെ നല്ല തുറസായ സ്ഥലമാണ്. AC പോലും ഇത്ര റാഹത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് റാഹത്തായിട്ട് ഇരുന്നോളി. നമുക്ക് നോമ്പ് ഉറക്കുന്നവരോട് ഇരുന്ന നമുക്ക് പറയാം, എന്നാലും കുഴപ്പമില്ല. ഇവിടെ നല്ല സമൂഹം നോമ്പ് തുറയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? അടുത്ത വെള്ളിയാഴ്ച 17-ാം രാവൻ ബദരീങ്ങളുടെ ദിവസം ബദർ. അപ്പൊ ഞാൻ പറഞ്ഞു, അന്ന് ആള് വിളിച്ചിരുന്നെങ്കിൽ റാഹത്തായിരുന്നു. 10,000-3000 പേരുണ്ടാവും. നല്ലൊരു പ്രസംഗമൊക്കെ വെക്കാൻ. എന്താ ബദർ എന്നുള്ളതിനെ കുറിച്ച്, ബദറിലെ സംഭവങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ ആളുകൾ ഉസ്താദെ അന്ന് ബാത് വെക്കാനല്ല, അന്നും ഇങ്ങനെ നോമ്പ് തുറക്കാൻ തിന്നാൻ വരുന്ന സമയത്തടെ ബാത് വെക്കാൻ
അപ്പൊ ഈ ഷെഹ്റു റമദാൻ, ഷെഹ്റു റഹ്മത്ത്, ഷെഹ്റുൽ ബർക്കത്ത്, ഷെഹ്റു സബ്ർ എന്നൊക്കെ പറയുന്ന പോലെ ഷെഹ്റു ത്വാമാണ്, ഭക്ഷണത്തിന്റെ മാസം കൂടിയാണ്. എന്തപ്പോ ഭക്ഷണം? ഭയങ്കരമായ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മുടെ സദസ്സിനെ കബൂലാക്കുമാറാകട്ടെ, നമ്മുടെ സദഖയെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും എല്ലാ ദിവസവും വരുമ്പോൾ ഒരു 500 റുപ്യ കൊണ്ടുവരണം, ഇങ്ങോട്ട് ഇട്ട് കൊടുത്തോളി, അള്ളാഹു വലിയ കൂലി തരും. ഇതൊക്കെ സദഖ. റമളാനിൽ നബിതങ്ങൾ ഇങ്ങനെ ജിബ്രീൽ വന്നപ്പോൾ നബിതങ്ങൾ ഇങ്ങനെ കൈ അഴിച്ചിങ്ങനെ അങ്ങോട്ട് സദഖ ചെയ്യുന്നതാണ് കണ്ടത്. ഇപ്പം കിട്ടിയ ഒരു ചാൻസാണിത്. ഈ റമളാൻ മാസത്തിൽ അള്ളാഹു നമുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സദസ്സിൽ എല്ലാ ഖൈറും ബർക്കത്തും ഒക്കെ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉദ്ദേശം പോലെ നമ്മുടെ ഉദ്ദേശത്തെ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കും. ഇപ്പൊ സ്ത്രീകൾക്ക് അൽഹംദുലില്ലാഹ്, പ്രത്യേകിച്ച് ഇപ്പൊ സ്ത്രീകൾക്ക് വലിയ സന്തോഷമായി കാണും. ഞങ്ങൾക്ക് ഇത്രയും കൂലി ഉണ്ടെന്നുള്ള കാര്യം. ഇനിയുണ്ട് ഒരുപാട് കൂലി, നിങ്ങൾക്ക് മാത്രമുള്ള കുറെ കൂലിയുണ്ട്. അല്ലാഹു അക്ബർ. അതെല്ലാം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ, പക്ഷെ എന്റെ വിഷയം അതല്ലല്ലോ. സ്ത്രീകളെ കുറിച്ച് മാത്രം പരാമർശിക്കുന്ന വിഷയമായിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ എന്റെ വിഷയമല്ല, എന്റെ യുവാക്കൾ യുവതികളാണ്. അപ്പൊ എനിക്ക് അങ്ങോട്ടേക്ക് കയറാണ്, എന്റെ ലക്ഷ്യം അതാണ്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രതിഫലം നിങ്ങൾക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വെറും സാദാ സീത അല്ല. കാരണം ഖുർആൻ നിങ്ങളെ കുറിച്ചാണ് കൂടുതൽ പരാമർശിച്ചത്. നിങ്ങൾക്ക് വേണ്ടി ഒരു സൂറത്ത് തന്നെ അത് ഇറക്കി. ആണുങ്ങൾക്ക് അവിടെ സൂറത്ത് ഖുർആനിൽ സൂറത്തു റിജാൽ എന്ന് പറഞ്ഞിട്ടൊരു ആയത്തുണ്ടോ? ഇല്ല. സൂറത്തു നിസാ എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തുണ്ട്. സൂറത്തു നിസാ പെണ്ണുങ്ങൾക്ക് എന്നുള്ള ആയത്തുണ്ട്, സൂറത്തു റിജാലില്ല. ഒന്നും ആലോചിച്ച് നോക്കി. സ്ത്രീകളുടെ വസ്ത്രത്തെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്, പുരുഷന്മാരുടെ വസ്ത്രത്തെ കുറിച്ചല്ലല്ലോ ഖുർആൻ പരാമർശിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം. സഫാ മർവയ്ക്കിടയിൽ ഓടേണ്ടത് ആരാ? ആ പച്ച ലൈറ്റ് കാണുമ്പം പുരുഷനാ ഓടേണ്ടത്, സ്ത്രീ അല്ല ഓടേണ്ടത്. സ്ത്രീ ഓടണ്ട, നീ പതുക്കെ പയ്യെ പോ. പുരുഷൻ ഓടണം ആ സമയത്തുമ്പോ. അല്ല നമ്മളെ ഇട്ട് ഓടിച്ചിട്ട് നിങ്ങളെ പതുക്കെ പതുക്കെ വന്നാൽ നിങ്ങൾക്ക് എത്ര സ്ഥാനാണ്. ഉമ്മാന്റെ കാലിന്റെ കീഴിലാ സ്വർഗം നബി തങ്ങൾ പറഞ്ഞു. ഉപ്പാന്റെ കാലിന്റെ കീഴിൽ നിന്നുണ്ടോ? അതിന് ചില ഉലമാക്കളും ചില മുഹദ്ദിസീങ്ങളും പറയുന്നുണ്ട് അത് മാതാപിതാക്കളെ രണ്ടും കൂടെ ചേർത്തിട്ടാണ് പറഞ്ഞത്. കാരണം ഉപ്പാക്ക് ഒരു വിഷമം ഉണ്ടാകാതിരിക്കാൻ. എന്നാലും നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളത് എന്താണ്? ഉമ്മാന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗം. കാരണം ഉമ്മാന്റെ മഹത്വം അത്രയ്ക്കും വലുതാണ്. അതുകൊണ്ടാണ് ഉമ്മ ആരാന്ന് ആദ്യം പഠിക്കണം. നമ്മൾ കാണുന്ന ഉമ്മ ഗർഭിണിയായി പ്രസവിച്ച് മുല കൊടുത്തിട്ട് കൊണ്ടുപോകും, അതെല്ലാം ഉമ്മ. ആ ഉമ്മ എന്നുള്ള സബ്ജക്ട് മാത്രം വെച്ചിട്ട് ഉമ്മ ആരെന്ന് ആദ്യം പഠിക്കണം. അതാണ് മനസ്സിലാക്കേണ്ടത്. എവിടെ നിന്നാണ് ഉമ്മുൻ എന്ന വാക്ക് വന്നത്? എന്നാലേ ഉമ്മന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാലേ ഈ കുട്ടികള് ഈ ഉമ്മാന്റെ മഹത്വം മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ടാണ് ഉമ്മാന്റെ കാലിന്റെ കീഴിൽ സ്വർഗം എന്ന് പറഞ്ഞത്. അത് അത്രയും വലിയ മഹത്വം ഉള്ളത് കൊണ്ടാണ്. ചെറിയ കാര്യമല്ല അത്, ചെറിയ കാര്യമല്ല. അല്ലാഹു ഉമ്മയെയും ഉപ്പയെയും കുറിച്ച് ഖുർആനിൽ ചർച്ച ചെയ്തിട്ട് വവസ്സൈനൽ ഇൻസാൻ ബിവാലിദൈഹി, മാതാപിതാക്കളെ ഉപകാരം ചെയ്യണേ എന്ന് അള്ളാഹു പറഞ്ഞിട്ട് പെട്ടെന്ന് അള്ളാഹു റൂട്ട് മാറ്റുന്നു. കണ്ടോ? മാതാപിതാക്കളോട് നിങ്ങൾ കരുണ ചൊരിയണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അള്ളാഹ് പിന്നെ തുടങ്ങുന്നത് ഉമ്മാന്റെ മഹത്വം പറഞ്ഞിട്ടാണ്. അപ്പൊ അതിലൊക്കെ വലിയ ഹിക്മത്തുണ്ട്. അതവിടെ ഇരിക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ആഫിയത്ത് ആരോഗ്യ ദീർഘായുസ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ മരണപ്പെട്ട ഞങ്ങളുടെ ഉമ്മ ഉപ്പ നീ സ്വർഗം കൊടുക്കണേ പടച്ചവനെ. ഖബർ പ്രകാശിപ്പിക്കണേ പടച്ചവനെ. ആ ഖബറിൽ സന്തോഷം ഇറക്കണേ പടച്ചവനെ. അദാബുകൾ ഒഴിവാക്കണേ പടച്ചവനെ. അവരെ ഞങ്ങളെ സ്വർഗത്തിൽ നീ അല്ലിയൂനിൽ സ്വാലിഹീങ്ങളോടൊപ്പം നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ പടച്ചവനെ. അതിന് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദ്വാരക്കണം. രണ്ടുപേരെ നമുക്ക് കിട്ടണം. ഈ ദുനിയാവിൽ കിട്ടുന്നത് പോലെ സ്വർഗത്തിലും കിട്ടും. അത് കിട്ടും എന്ന് ഖുർആൻ അവിടെയും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം നല്ലപോലെ ശ്രദ്ധിക്കണേ സഹോദരിമാരെ. അപ്പൊ ഖുർആൻ അല്ലാഹു നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഖുർആൻ നിങ്ങൾ ഓതിക്കോളി, നിങ്ങളുടെ വിഷമം മുസീബത്തുകളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന് പ്രത്യേകം പറയുമ്പോൾ അവരുടെ അമലുകളെ കുറിച്ചല്ല, കുറച്ച് ചില നിയമങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോഴാണ് അങ്ങനെ മാറ്റി പറയുന്നത്. ബാക്കിയെല്ലാം തുല്യ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നാളെ ആഖിറത്തിൽ ഈ ചോദ്യം ഈ ആണിനോടും പെണ്ണിനോടും ഉണ്ടാവും. നമ്മുടെ യുവത്വം എങ്ങനെ നമ്മൾ ചെലവാക്കി, ഇത് ചോദ്യം ആണിനോടുണ്ടാവും പെണ്ണിനോടുണ്ടാവും. അതുകൊണ്ട് നമ്മളൊരു ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യരുത്. ആണാകട്ടെ പെണ്ണാകട്ടെ, തീർച്ചയായും നമ്മളെ കുറിച്ച് നാളെ ചോദ്യമുണ്ടാകും. ആ ചോദ്യത്തിന്റെ മുന്നിൽ നമ്മളായിരിക്കും മറുപടി പറയേണ്ടത്. അതാ അല്ലാഹു പറഞ്ഞത്, അയഹ്സബുൽ ഇൻസാൻ അയ്യുത്രക സുദാ അലം യകുന തുഫതം മിൻ മനിയ്യുംനാ
ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى മരിച്ചുപോയാൽ മണ്ണോട് ചേർന്ന് ഭസ്മമായി പോകുമെന്ന് കരുതല്ലേ യുവാക്കളെ. മരണപ്പെട്ട് എത്രയോ പേരുടെ മയ്യത്തടക്കിയവരാണ് ഞങ്ങൾ. 10 വർഷമായാൽ ആ കബറൊന്ന് തുറന്നു നോക്കിയാൽ ആരുമില്ല. ആ കബറിന്റെ ഉള്ളിൽ ഭസ്മമാണ്, ധൂളികളാണ്, പൊടികളാണ്, ഒന്നുമില്ലാതെ ദ്രവിച്ചുപോയി, തുരുമ്പ് പിടിച്ചുപോയി, ചിതലരിച്ചുപോയി. ആ കബറിൽ മനുഷ്യനെ ഇല്ല കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഒരു പുനരുദ്ധാരണം, എങ്ങനെയാണ് ഒരു പുനർജന്മം സംഭവിക്കുക? അതാണ് അല്ലാഹ് ചോദിക്കുന്നത്. ലം യകുൻ ശൈഅൻ മദ്കൂറാ, ഈ ദുനിയാവിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വസ്തുവായിരുന്ന നിന്നെ ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാം കൈഫ യശാ വൽ ഫുആദ കുല്ലു ലാ അൻഹു മസ്ഊലാ. കണ്ണ് ഉപയോഗിക്കല്ലേ, ആവശ്യമില്ലാത്ത കാര്യത്തിന് കാത്. മണിക്കൂറുകളോളം വാട്സപ്പ്, ഒരു അരമണിക്കൂർ ഖുർആൻ നോക്കാൻ നിന്റെ കണ്ണ് തുറന്നു വെച്ചിട്ടുണ്ടോ? ചോദ്യം ഉണ്ടാവും ഈ കണ്ണിനോട്. നമ്മളൊന്നും മിണ്ടണ്ട. സൂറത്ത് യാസീൻ ഓതുന്നവരല്ലേ? സൂറത്ത് യാസീൻ ഓതുന്നവരല്ലേ? ഈ ആയത്ത് കേട്ടോളി. എപ്പോഴും ഇനി യാസീൻ ഓതുമ്പോൾ അർത്ഥം കൂടെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഏത് സൂറത്ത് ഓതിയാൽ അർത്ഥം കൂടെ മനസ്സിലാക്കിക്കോ, ഏറ്റവും നല്ലതാണ്. മനസ്സിലാക്കിയാൽ നമുക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നാളെ അവിടെ പോയിട്ട് കൈയും കാലം പിടിക്കാൻ ആരുമില്ല. നഫ്സി 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 നഫ്സി, ഞാനല്ലാതെ മറ്റാരുമില്ല. മാതാപിതാക്കളും മക്കളും തമ്മിലൊരു ബന്ധമാണ്. ഇവിടെ വെച്ച് നമുക്കൊരു ബന്ധമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബന്ധമുണ്ടോ ഇല്ലയോ? അതാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ മക്കളെ പിഴപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം ഈ വാപ്പ നാളെ അനുഭവിക്കാൻ പോവുകയാണ്. ഈ ചെറുപ്പക്കാർ ഇത്രത്തോളം വഴിതട്ടി പോകാനുള്ള കാരണക്കാർ ആര്? നമ്മുടെ കീഴിലുള്ള, എന്റെ കസ്റ്റഡിയിലുള്ള എന്റെ മകനാണ്, എന്റെ മകളാണ്. ഞാൻ നിയന്ത്രിക്കും. എന്റെ ഉപ്പ, എന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ നിയന്ത്രിക്കണമല്ലോ. അതല്ലേ വാപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരു സുപ്രീം പവറാണ്. അല്ലാതെ ഈ സാധനം ഉണ്ടാക്കി ഇങ്ങോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് വിടാനുള്ള ഒരു മിഷൻ അല്ല ഇത്. ഈ സാധനം, ഈ രണ്ടെണ്ണം, ഈ കുറെ മക്കളെ ഉണ്ടാക്കി വിടാന് ഈ ചപ്പാത്തിയും അരിപ്പത്തിരിയും ഒന്നും അല്ലല്ലോ ഈ സാധനം. ഈ മിഷീനകത്ത് ഉണ്ടാക്കി ഇങ്ങനെ ഇങ്ങോട്ട് പ്രൊഡക്റ്റ് ചെയ്തിട്ട് ആർക്കെങ്കിലും ഒക്കെ സെയിൽ ചെയ്യാൻ പറ്റിയ സാധനം അല്ലല്ലോ ഇത്. ഈ വാപ്പയും ഉമ്മയും നമ്മളെ ഉണ്ടാക്കിയത് കൊണ്ട് തീർച്ചയായും ഈ വാപ്പാടെ പേര് വെച്ചിട്ടാണ് ഈ മോനെ വിളിക്കപ്പെടുക. നാളെ ആഖിറത്തിൽ എല്ലാരും വിളിക്കപ്പെടുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഈ വാപ്പാക്കും ഉമ്മാക്കും മകനോട് ഉത്തരവാദിത്തമുണ്ട്. ഈ മക്കളോട് മാത്രം ഞാൻ പറയുന്നത്, വേറെ ഒന്നും നമുക്ക് ചർച്ച വിടില്ല. വേറെ ഒരു ചർച്ച ഇവിടെ വേണ്ട. എന്തെങ്കിലും നമ്മൾ എതിരായിട്ട് പറഞ്ഞ ഉസ്താദ് ചോദിച്ചോട്ടെ, നമുക്ക് വിഷയമില്ലല്ലോ. ഇതാണ് എല്ലാത്തിനും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വെറുതെ അല്ല നമ്മളെ മക്കളെ വളർത്തുന്നത്. നമ്മുടെ കൂടെ കൊണ്ടു നടക്കണം. നമുക്ക് ഈ കുട്ടി സ്വർഗത്തിന് വേണം. ഇത് ഇവിടെ എങ്ങനെയെങ്കിലും ഇവനെ പഠിപ്പിച്ച് MBA കാരനാക്കി എടുത്തിട്ട് കുറച്ച് പണം ഉണ്ടാക്കി തരാൻ മാത്രം പോരാ. ഈ വാപ്പ മരിച്ചാൽ ഈ മയ്യത്തിന്റെ അരികിൽ വന്ന് നിന്ന് സിയാറത്ത് ചെയ്യാൻ, ഈ മയ്യത്ത് കുളിപ്പിക്കാൻ, ഈ വാപ്പ എന്നെ വളർത്തിയ വാപ്പ, എനിക്ക് ചെലവ് തന്ന വാപ്പ, എന്നെ പഠിപ്പിച്ച ഉപ്പ, ഈ ഉപ്പാന്റെ മയ്യത്ത് സ്വന്തം കൈകൊണ്ട് കബറിലേക്ക് ഇറക്കി വെക്കാൻ, ആ ഉപ്പാന്റെ കബളിൽ ഒരുപിടി മണ്ണെടുത്ത് വെക്കാൻ, ആ ഉപ്പാക്ക് വന്ന് പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്യാൻ, ഒരു നിമിഷം പോലും കൈ ഉയർത്തുമ്പോൾ വാപ്പ വാപ്പ, എന്റെ ഉമ്മ ഉമ്മ എന്ന് വിളിക്കാതെ അവനെ കൈ താഴ്ത്താൻ പാടില്ല. അങ്ങനെ വിളിക്കാൻ ഒരു മകനെ, ഒരു മകളെ പ്രാപ്തനാക്കലാണ് മാതാപിതാക്കളുടെ ജോലി. അവരാണ് അവരെ പഠിപ്പിച്ചോളാം. അവരെ ഏറ്റവും വലിയ ഉസ്താദ് അവരാണ്. ആദ്യത്തെ മദ്രസ ഉമ്മാന്റെ മടിത്തട്ടാണ്. അതാണ് ആദ്യത്തെ മദ്രസ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കാര്യം ചോദിച്ചു, അധികമാക്കി തരണേ അല്ലാഹ്, അധികരിപ്പിച്ചു തരണേ അല്ലാഹ്. 2 കാര്യമേ ചോദിച്ചുള്ളൂ. മൂന്നാമതൊരു കാര്യം ചോദിച്ചാട്ട് എനിക്കറിയില്ല, അതീതിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. 2 കാര്യമാണ് അധികരിപ്പിച്ചു തരാൻ വേണ്ടി പറഞ്ഞത്. ഒന്ന് ഇൽമ്, റബ്ബി സിദ്നി ഇൽമാ, ഇൽമ അധികരിപ്പിച്ചു തന്ന അറിവ്. രണ്ടാമത് നബി തങ്ങൾ അധികരിപ്പിച്ചു തരാൻ പറഞ്ഞത് പാല് കുടിക്കുമ്പോൾ നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു. അല്ലാഹുവേ ഈ പാലിൽ ബർക്കത്ത് നൽകണേ, ഇത് അധികരിപ്പിച്ചു തരണേ അല്ലാഹ്. ഈ
പാലും അറിവുമായി ബന്ധമുണ്ട്. ആദ്യം ഈ ഉമ്മ മുലപ്പാല് കൊടുത്തിട്ടാണ് ഈ കുട്ടിയെ വളർത്തുന്നത്. ഈ മുലപ്പാല് കൊടുക്കുമ്പോ ഈ കുട്ടിയെ തർബിയത്തോടു കൂടി കൊടുക്കണം. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ലോകത്തെ ഇത്ര വലിയ ഒരു മഹാനുഭാവനായി ഖുതുബുൽ അഖ്ദാബായി എന്ന് ലോകം അറിയപ്പെടണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, എന്റെ മകന് ഒരു പ്രാവശ്യം പോലും ഞാൻ മുല കൊടുത്തിട്ടില്ല ഒളുവെടുക്കാതെ. എപ്പോഴും എന്റെ മകന് ഞാൻ മുല കൊടുത്തത് ഒളുവെടുത്തിട്ടായിരുന്നു. നമ്മുടെ മക്കൾക്ക് ഒളുവെടുത്തിട്ടാണ് പാൽ കൊടുത്ത ഇന്ന് മുന്നിൽ ചിന്തിച്ചാൽ മതി. പുറയ്ക്ക് പോരുന്നത് ചിന്തിച്ചാൽ മതി. ഇനി ഒളുവെടുത്തിട്ട് നിസ്കരിക്കാൻ വരുമ്പോഴാണ് കുട്ടി കരയുന്നെങ്കിൽ ഞാൻ നിസ്കരിക്കാൻ പോവാ നിസ്കരിച്ചിട്ട് കൊടുക്കാം. നീ മക്കളെ ഒന്നാട്ടിക്കോ എന്ന് പറഞ്ഞാൽ ആരെ ലേപ്പിക്കും? ആ കുട്ടിയെ ഒന്നാട്ടിക്കോ, ഞാൻ നിസ്കരിച്ചിട്ട് വരട്ടെ. പാൽ കൊടുക്കൂല, നിസ്കരിച്ച് ഒളു മുറിഞ്ഞിട്ട് പിന്നെ കൊടുക്കുള്ളൂ. പോയി ആ സമയത്തും ഇല്ല. ഒളുവെടുത്തിട്ട് പാല് കൊടുക്കണം. ആ കുട്ടി നന്നായി വരണമെങ്കിൽ ഗർഭിണിയായ പെണ്ണ് ഒരിക്കലും TV കാണരുത്. ഗർഭിണിയായ പെണ്ണ് ഒരിക്കലും അനാവശ്യം സംസാരിക്കരുത്. ഗർഭിണിയായ പെണ്ണ് ഒരിക്കലും ഈ ടിക്ടോക്ക് കണ്ടിട്ട് അത് എല്ലാം പഠിക്കുന്നത് നമ്മളല്ല, നമ്മളായിരിക്കും ആസ്വദിക്കുന്നത്. ഇതെല്ലാം ഇതിന്റെ ഉള്ളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഉമ്മ ഏതിനോടാണോ താല്പര്യം കാണിക്കുന്നത് ആ താല്പര്യത്തോടെ ആയിരിക്കും ആ കുട്ടി പ്രസവിക്കുമ്പോൾ വളർന്നു വരുന്നത്. യാതൊരു സംശയമില്ല. 24 മണിക്കൂറും ഖുർആൻ ഓതുന്ന ഉമ്മയാണോ, അൽഹംദുലില്ലാഹ്, ആ കുട്ടി വളർന്നു വരുന്നത് പരിശുദ്ധമായ ഖുർആനുമായിട്ടായിരിക്കും. നോക്കിക്കോളി, നിങ്ങൾ പരിശോധിച്ചോളി. അതിനൊക്കെ ശാസ്ത്രീയ വശങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിലേക്കൊന്നും ഞാൻ കടക്കല്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ടച്ച് ചെയ്തു പോവുകയാണ് ആ വിഷയങ്ങളൊക്കെ. അപ്പൊ ഉമ്മാന്റെ മടിത്തട്ടാണ് മദ്രസ. അവിടെയാണ് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവിടെയാണ്. ഈ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കണം. ബിസ്മി ചൊല്ലി പഠിപ്പിക്കണം. ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കണം. വലത് കൈ കൊണ്ട് തിന്നാൻ പഠിപ്പിക്കണം. ഇരുന്നു കൊണ്ട് തിന്നാൻ പഠിപ്പിക്കണം. ഭക്ഷണപാത്രത്തിന്റെ മുന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കണം. ഇതൊക്കെ പഠിപ്പിക്കേണ്ട ആരാ? പള്ളിക്ക് ഉസ്താദല്ല. കുട്ടിയുടെ കയ്യിൽ സമോസ കൊടുക്കുമ്പോ ഇടത് കൈ നീട്ടുമ്പോ കൊടുക്കല്ലേ, അത് വലത് കൈയിലേക്ക് വെച്ചു കൊടുക്കേണ്ടത് ഉമ്മയല്ലേ. മോനെ, കുൽ ബിയമീനിക, നിന്റെ വലത് കൈ കൊണ്ട് നീ കഴിക്കണേ. സമ്മില്ല, ബിസ്മി ചൊല്ലി കഴിക്കണേ. വകുൽ മിമ്മാ യലീക, ഭക്ഷണത്തിന്റെ മുൻപിൽ നിന്ന് ആ മുൻഭാഗത്തുള്ള ഭക്ഷണത്തിൽ നിന്ന് തുടക്കം കുറിക്കണേ. ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയാണ്. അവിടെ ഇവിടെ ഒന്നും വാരി തിന്നാൻ പാടില്ല. ഇത് പഠിപ്പിച്ചു കൊടുക്കണം. മുൻഭാഗത്ത് നിന്ന് കഴിക്കണം. ബിസ്മി ചൊല്ലാൻ പഠിപ്പിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതിന്റെ മഹത്വം പഠിക്കണം കേട്ടോ. അള്ളാഹുവിന് തൗഫീഖ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സമയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ എന്താണ് ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ന് പഠിപ്പിച്ചു തരാം. അത് മാത്രം മതി. 2-2.5 മണിക്കൂർ ബിസ്മില്ല. ഏത് കാര്യത്തിലും ബിസ്മില്ല വേണം. ബിസ്മില്ല ഇല്ലാതെ നിങ്ങൾ തുടങ്ങുന്ന എല്ലാ കാര്യം ബാത്തിലാണ്, എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് ഒരുപാട് ശൈത്താന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. വസ്ത്രം ധരിക്കുമ്പോ ബിസ്മില്ല ചൊല്ലണം. വസ്ത്രം അഴിക്കുമ്പോ ബിസ്മില്ല ചൊല്ലണം. വസ്ത്രം അഴിക്കുന്ന സമയത്തും ധരിക്കുന്ന സമയത്തും ബിസ്മില്ല ചൊല്ലാതെ നമ്മൾ വസ്ത്രം ധരിച്ചാൽ പിശാച് നമ്മുടെ ഔറത്തിലേക്ക് നോക്കി ചിരിക്കും, നമ്മളെ ഇടങ്ങേറാക്കുവൻ. വീട്ടിൽ കയറുമ്പോ ബിസ്മില്ല ചൊല്ലണം, ഇറങ്ങുമ്പോ ബിസ്മില്ല ചൊല്ലണം. ഒരുപാട് കാര്യത്തിലുണ്ട്, ഒരുപാട് ഹദീസുകളുണ്ട്. അത് നമ്മുടെ വിഷയമല്ല. എന്നാലും ഭാര്യയുമായി ബന്ധപ്പെടുമ്പോ ബിസ്മില്ല ചൊല്ലിയെ തുടങ്ങാവൂ. അവിടെ മുതലാണ് നമ്മുടെ കുട്ടിയുടെ തർബിയത്തിന്റെ തുടക്കം. അതിനാണ് ഞാൻ പറഞ്ഞു വന്നത്. ഭാര്യയുമായുള്ള ബന്ധം സ്ഥാപിക്കുമ്പോ പിന്നെ കിടന്ന് കൈയും കാലം പിടിച്ചിട്ട് കാര്യമില്ല. ഈ ഫസ്റ്റ് നൈറ്റ് തുടങ്ങുമ്പോ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ ബിസ്മില്ല പറഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങിയാൽ ആ കുട്ടിയെ പിശാച് തൊടൂല. നബിയുനാ റസൂലുള്ളാഹി. ആ കുഞ്ഞ് ജനിച്ചു വരുമ്പോ ആ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് വലത് കാതിൽ ഓതി കൊടുക്കണം. സൂറത്തു ആലി ഇംറാനിലെ 36-ാമത്തെ ആയത്ത്, ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞില്ലേ, 2 പേരെ ഒഴിച്ച് ബാക്കിയുള്ള കുട്ടികളെയൊക്കെ പിശാച് സ്പർശിക്കാൻ കാരണമായേക്കാം. 2 പേരെ പിശാച് സ്പർശിച്ചിട്ടേ ഇല്ല. അത് ഒന്ന്, മറിയം ബീവിയെ പിശാച് സ്പർശിച്ചിട്ടില്ല. വബ്നഹാ, ആ മറിയമിന്റെ മകനായ ഈസാ നബിയെയും പിശാച് സ്പർശിച്ചിട്ടില്ല. എന്താ കാരണം?
കുഞ്ഞുങ്ങളെ പിശാച് സ്പർശിക്കാത്തതിന്റെ കാരണം എന്താ? മറിയം ബീവിയുടെ ഉമ്മ മറിയം ബീവിയെ പ്രസവിച്ച സമയത്ത് കയ്യിലെടുത്തു വെച്ചിട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചു. കണ്ടോ, ഒരു കുട്ടിയെ അവിടെ മുതലാണ് ഒരു കുട്ടി നന്നാവുന്നത്. ഈ കുട്ടി വാപ്പയെയും ഉമ്മയെയും അനുസരിച്ച് അള്ളാഹുവിനെ വഴിപ്പെടുന്ന ഒരു കുട്ടിയായി മാറണമെങ്കിൽ നമ്മൾ കുറെ വളർന്ന് വലുതായതിനു ശേഷം ഇവനെ നന്നാക്കാൻ പറ്റൂല. ഇന്നത്തെ ഈ ഫ്രീക്കന്മാരെ നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റുമോ? പോയി, കൈവിട്ടുപോയി. ഉപ്പാടെ കയ്യിൽ നിന്ന് പോയി ലൈസൻസ്. ഇനി ഒന്നും പറ്റൂല. ഇനി ഒരേ ഒരു വഴി എന്താ? ഇവിടെ പള്ളി വാതിന്റെ സദസ്സിൽ വരും, ഒരു 200 റുപ്യ എടുക്കും. ഉസ്താദേ, എന്റെ മകൻ നന്നാവാൻ ഒന്ന് ദുആ ചെയ്യണം ഉസ്താദേ, ഒന്ന് ദുആരക്കണം ഉസ്താദേ. ആരെങ്കിലും ഒക്കെ ആമീൻ പറഞ്ഞ് നന്നായാൽ നന്നായി. അവൻ ഈ ദുആയും കേൾക്കുന്നില്ല, അവൻ ഈ ആമീനും പറയുന്നില്ല. അവൻ ഏതോ വഴിയിലാണ്. ലാസ്റ്റ് ഘട്ടം പോരാ. ഇനി ഇരിക്കുന്ന സമുദായം, ഭാവി തലമുറ, ന്യൂ ജനറേഷൻ, ന്യൂ ജി, OG അല്ല. ഇപ്പൊ അവിടെ ഇതായി ന്യൂ ജി OG ആക്കി. ഇപ്പൊ OG അല്ല, ഓൾഡ് ജനറേഷൻ അല്ല, ന്യൂ ജനറേഷൻ. മനസ്സിലാക്കിക്കോളെ. ഇനി നമുക്ക് വരാൻ പോകുന്ന കുഞ്ഞ് പിശാച് പിടിക്കാൻ പാടില്ല. ഇന്ന് പിശാച് പിടിക്കപ്പെട്ടത് കൊണ്ടാണ് പന്തുകളിയുടെ പിന്നാലെ പോകുന്നത്. ലോകത്ത് ഇന്ത്യയിൽ വെച്ച് ഏറ്റവും കൂടുതൽ പന്തുകളി പ്രേമികൾ ഉള്ളവർ നിങ്ങളുടെ ജില്ലക്കാരാണ്. 50 കോടി രൂപയുടെ കള്ള് കുടിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് പത്രത്തിൽ വന്നത്. 50 കോടി മെസ്സി ജയിച്ചപ്പോ ഇത് പാലക്കാട് ഇല്ല, അതോ രക്ഷപ്പെട്ട്. അതെങ്ങനെ തൊട്ടടുത്ത? ഓ, പട്ടിക്കാടിന് അടുത്തത് കൊണ്ട് പെട്ടെന്ന് അവർക്കത് കേട്ടപ്പോ ഭയങ്കര വിഷമായി പോയി. അത് കേട്ടാ ഹൈർ അല്ല. എന്തായാലും പറഞ്ഞു വരികയാണ്. 50 കോടി രൂപ ആലോചിച്ച് നോക്കി. 5.5 കോടിയുടെ ഫ്ലെക്സ് അടിച്ചു. 5.5 കോടിയുടെ ഫ്ലെക്സ് കേരളത്തില്. ലക്ഷദ്വീപില് പോലും കടലിന്റെ അടിയിൽ കൊണ്ടുവച്ചു മെസ്സിയുടെ ഫ്ലെക്സ്. എന്നിട്ട് എന്താ ഇപ്പൊ സംഭവിച്ചറിയോ? മെസ്സിയുടെ ഡ്രസ്സ് നമ്മുടെ മക്കൾ ഇടാൻ തുടങ്ങി. ആരെയാ പിൻപറ്റുന്നത്? നബിയാണോ? പ്രസംഗിക്കുമ്പോ വലിയ പ്രസംഗം, സലാത്ത് ചൊല്ലുമ്പോ വലിയ സലാത്ത്, മൗലൂദ് ഓതുമ്പോ നബി തങ്ങളുടെ മഹബത്ത് ഒക്കെ ഉണ്ട്. പക്ഷെ പിൻപറ്റിയതാരെ? ലാ തഖൂമു ഹത്താ തഅഖുദ ഉമ്മതി മാ അഖദൽ ഉമമി വൽ ഖുറൂനി ഖബ്ലഹാ ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞില്ലേ, ഒരു കാലഘട്ടം വരും സഹാബത്തെ, യൂറോപ്യൻ സംസ്കാരം ഇഞ്ചോട് ഇഞ്ച് ചാണോട് ചാൺ എന്റെ സമുദായം പിൻപറ്റാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമായി പുലർന്നില്ലേ. യൂറോപ്യൻകാരുടെ സംസ്കാരമാണ് ഇന്ന് നമ്മുടെ യുവതലമുറ പിൻപറ്റുന്നത്. യൂറോപ്യൻകാരൻ, പന്ത് കളിക്കാരൻ, ഫുട്ബോൾ പ്ലെയർ പച്ച കുത്തിയിട്ടുണ്ടോ? മുസ്ലിം ചെറുപ്പക്കാരനും പച്ച കുത്തുകയാണ്. ചാവക്കാടുള്ള ഒരു ദമ്പതികൾ, മുസ്ലിം ദമ്പതികൾ, ഈ മെസ്സി ജയിച്ച ദിവസത്തിലാണ് അവർക്കൊരു കുഞ്ഞ് ജനിച്ചത്. ആ കുഞ്ഞിന് പേരിട്ടത് മെസ്സി എന്നാണ്. മുഹമ്മദ് മെസ്സി എന്നുണ്ടോന്ന് തന്നെ അല്ലാഹു അലം. മുഹമ്മദ് മെസ്സി എന്നുണ്ടോന്ന് അറിയില്ല. അവര് വലിയ ആവേശത്തോടെയാണ് പറയുന്നത്, എന്റെ കുട്ടിക്ക് ഞാൻ മെസ്സി എന്ന് ഞങ്ങളുടെ കുട്ടിക്ക് പേരിട്ടത്. എന്താണ്? നടന്ന് മെസ്സിയുടെ സമയമല്ലേ. ആരെ പിൻപറ്റിയപ്പോ? ആരെ പിൻപറ്റി? നിങ്ങൾ പറയും. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലേ, ഒരു കാലഘട്ടം വരും ശിബ്റൻ ബിശിബ്രിൻ വദിറാൻ ബിദിറാ. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെ നോക്ക്, ജേഴ്സി ധരിച്ചു നടക്കുന്ന ആ ടീഷർട്ട് ആരുടെ? മെസ്സി നമ്പർ 10 അല്ലേ? ചെറുപ്പക്കാർ ധരിക്കുന്നതാണ് മെസ്സി നമ്പർ 10. കാരണം അവന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഫുട്ബോൾ പ്ലെയറെ നമുക്ക് ഇഷ്ടപ്പെടാം, അതൊക്കെ വിഷയം, അത് കളി പോട്ടെ. പക്ഷെ ആരാധന പാടില്ല. ഞാൻ ഈ പഴിച്ചു പോകുന്ന മക്കള് നിസ്കരിക്കുമ്പോഴും അത് തന്നെ, നമസ്കരിക്കാൻ വരുമ്പോഴും അത് തന്നെ, കൊച്ചുകുട്ടികൾ മദ്രസയിൽ വരുമ്പോഴും അത് തന്നെ. ഈ മെസ്സിയുടെ നമ്പർ 10 പേര് വിട്ടിട്ട് ഫ്രണ്ടിൽ നിൽക്കും. നമ്മൾ പറയും കൈകെട്ട അങ്ങനെ സല്ലല്ലാഹു തആല സ്വലാത്തുല്ലാഹി 4 റക്അത്ത് എന്ന് പറയുമ്പോൾ ഈ മെസ്സിയുടെ നമ്പറും പേരും കാണുന്നത്. അപ്പോൾ നമ്മൾ ഉസല്ലിലിൽ മെസ്സി 4 റക്അത്ത്, 4 അല്ല 10 റക്അത്ത്, 10 ആണല്ലോ 10 റക്അത്ത്. അല്ലാഹു കാണുമ്പോൾ അതല്ലേ പള്ളിക്ക് മൊത്തം വരുന്ന അങ്ങനല്ലേ? അല്ലേ അല്ലേ. ചിലപ്പോൾ ഈ വാദ സദസ്സിൽ നോക്കിയാലും കാണും ഒരെണ്ണം, ബർക്കത്തിന്റെ ഒരെണ്ണം കാണും. കാരണം ഈ കളർ ഇട്ടതും അത് തന്നെ. അപ്പൊ അത്രയ്ക്ക് ആരാധനയായി പോയി, കൈവിട്ടുപോയി, പിടിവിട്ടുപോയി. ഇവൻ ഇഷ്ടപ്പെടുന്നവരെയാണ്.
ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم اتخذ فلانا خليلا. നാളെ ഒരു വിഭാഗം ആളുകൾ വിരൽ കടിക്കുന്ന രംഗമാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. യുവാക്കളെ, യുവതികളെ, ഉമ്മമാരെ, നമ്മുടെ മക്കളെ അള്ളാന്റെ റസൂലുമായി ബന്ധിപ്പിച്ചില്ല എങ്കിൽ നാളെ ഈ മാതാപിതാക്കൾ വിരൽ കടിക്കേണ്ടി വരും. അതാണ് ഈ വിനീതം പറഞ്ഞു കൊണ്ടുവരുന്നത്. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അറേബ്യൻ കാലഘട്ടത്തിൽ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് എന്നാണ് അവന്റെ പേര്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ ഏറ്റവും കൂടുതൽ പ്രണയിച്ച വ്യക്തിയാണ്. പക്ഷേ അവൻ മുശ്രിക്കാണ്, അവൻ മുസ്ലിം അല്ല. ഒരിക്കൽ അദ്ദേഹം ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് വെച്ചിട്ട് ജനങ്ങളെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ അള്ളാന്റെ റസൂലിനെ അദ്ദേഹം പോയി ക്ഷണിക്കുകയാണ്. മുഹമ്മദേ, ഇന്നെന്റെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ നീ വരണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സ്വീകരിച്ചിട്ട് പോവുകയാ. ഭക്ഷണം നബി തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവെക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ കൂട്ടുകാരനോട് പറയുകയാണ്, വലം അദ്ഖുതമൻ ഹത്താ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. ഉഖബത്തേ, നീയും ഞാനും വലിയ അഭേദ്യമായ ബന്ധമാണ്, കൂട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്. ബാല്യകാല സുഹൃത്തുക്കൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് പോലെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ്, നീ എന്നെ ക്ഷണിച്ചപ്പോ ഞാനിതാ നിന്റെ വീട്ടിലേക്ക് ക്ഷണം സ്വീകരിച്ചു വന്നവനാണ്. നീ എനിക്ക് ഭക്ഷണം നൽകുകയാണ്. ആ ഭക്ഷണം ഞാൻ കഴിക്കാൻ പോവുകയാണ്. പക്ഷേ ഉഖബത്തേ, ഞാൻ ഈ ഭക്ഷണം കഴിക്കണമെങ്കിൽ നീ അല്ലാഹുവിൽ വിശ്വസിക്കണം കേട്ടോ. അല്ലാഹുവിൽ വിശ്വസിക്കണം. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് റളിയല്ലാഹു പറയണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാരനാണ്. അപ്പൊ സുഹൃത്തുക്കളാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ ഇരിക്കി താമസിക്കുമ്പം അവരുടെയൊക്കെ കല്യാണത്തിന് നമ്മൾ പോകും. തആമുല്ലദിന ഉത്തുൽ കിതാബ ഹല്ലുൽ ലക്കും വ തആമുക്കും ഹല്ലുൽ ലഹും. അവരുടെ ഭക്ഷണം നിങ്ങൾക്കും അനുവദനീയം, നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയം. പക്ഷേ ഇറച്ചി തിന്നുമ്പോൾ മാത്രം സൂക്ഷിച്ചാൽ മതി. ബാക്കി ഇപ്പോൾ പോയിട്ട് സാമ്പാർ കുടിക്കുന്നുണ്ടോ, പുളിശ്ശേരി അടിക്കുന്നതുകൊണ്ടോ, പായസം കുടിക്കുന്നതുകൊണ്ടോ, ഭക്ഷണം കഴിക്കുന്നുണ്ടോ കുഴപ്പമില്ല. ഇറച്ചി വരുമ്പോൾ മാത്രം അത് സൂക്ഷിച്ചാൽ മതി. അത് ഹലാലാണോ ഹറാമാണോ എന്ന് അന്വേഷിച്ചാൽ മതി. അപ്പൊ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് തന്റെ മുന്നിൽ ഭക്ഷണം, നബിതങ്ങളുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവച്ചു. ഭക്ഷണം കൊണ്ടുവച്ചപ്പോ നബിതങ്ങൾ പറഞ്ഞു, നമ്മളൊക്കെ സുഹൃത്തുക്കളാണ്, നീ അല്ലാഹ് അല്ലാതെ മറ്റൊരു ദൈവത്തെ വിശ്വസിക്കരുത്. ആരാധനയ്ക്കിറങ്ങാൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് അല്ലാഹുവിനെ നീ വിശ്വസിച്ച ഞാൻ ഈ ഭക്ഷണം കഴിക്കാം. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിൽ ഒരാൾ ക്ഷണിക്കപ്പെട്ട അതിഥി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങി പോവുക എന്നുള്ളത് അത് ആ ആതിഥേയനെ അപേക്ഷിച്ചിടത്തോളം വലിയ ഒരു നാണക്കേടാണ്, ഒരു നിന്ദ്യതയാണ്. ഒരു വലിയ ഒരാൾ, അറിയപ്പെട്ട ഒരാൾ, ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു തങ്ങളെ വിളിച്ച് നമ്മുടെ പുറക്ക് കൊണ്ടുവന്നിട്ട് ആ തങ്ങൾ ഭക്ഷണം കഴിക്കാതെ പോയാൽ ആ വീട്ടുകാർക്ക് എത്ര വിഷമമുണ്ടാവും എന്നതുപോലെ ഒരു അറിയപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ പുറയിലേക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ പോയപ്പോ അദ്ദേഹത്തിന് വലിയ വിഷമം ഉണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലിയിരിക്കുന്നു. അപ്പൊ നബി തങ്ങൾ ഭക്ഷണം കഴിച്ചു. ഉഖബത്ത് ബിൻ അബീ മുഈത്തിന്റെ കൂട്ടുകാരനാണ് ഉബയ്യ് ബിൻ ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹി. ആ ഉബയ്യ് ബിൻ ഖലഫ് നബി തങ്ങളുടെ വിരോധിയാണ്. ഉബയ്യ് ബിൻ ഖലഫിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, അല്ല നീ അറിഞ്ഞോ, സംഭവം അറിഞ്ഞോ, ഉഖബത്ത് ബിൻ മുഈത്ത് മുസ്ലിമായി, നീ അറിഞ്ഞോ? മുഹമ്മദിന്റെ വീട്ടില്, ആ ഉഖബത്തിന്റെ വീട്ടിൽ മുഹമ്മദിനെ ഭക്ഷണത്തിന് വിളിച്ചു. മുഹമ്മദ് പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോയി. ഷഹാദത്ത് കലിമ ചൊല്ലി അവൻ മുസ്ലിമായി. അതെയോ? ഉടനെ ഉഖബത്ത് ബിൻ മുഈത്തിനെ ഉബയ്യ് ബിൻ ഖലഫ് വിളിക്കുവാൻ നേരെ ക്ഷണിച്ചു വരുത്തുകയാണ്. അല്ലേ ഉഖബത്തേ, സബഅത, നീ മതം മാറിയോ ഉഖബാ? ഇല്ല, ഒരിക്കലും ഞാൻ മതം മാറിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ഉബയ്യ് ബിൻ ഖലഫ് തിരുത്തി കൊടുക്കുകയാണ്. മുഹമ്മദിനെ നീ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചിട്ട് ആ ഭക്ഷണത്തിന്റെ മുന്നിൽ വെച്ച് നീ ഷഹാദത്ത് കലിമ ചൊല്ലിയവനല്ലേ എന്ന് പറഞ്ഞപ്പോ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് ഉബയ്യ് ബിൻ ഖലഫിനോട് വിശദീകരണം പറയാൻ കിട്ടിയ ഭാഗ്യം നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ ഇവൻ നാളെ വിരൽ കടിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ ഇവിടെ അറിയിക്കുന്നത്. എന്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളും ഒന്ന് കേൾക്കണേ. വയൗമ യഅല്ലുല്ലാഹി
الظالم على يديه. അഹങ്കാരികൾ, അക്രമികൾ നാളെ വിരലുകൾ നിരാശയോടെ വളരെ വിഷമത്തോടെ ദുഃഖത്തോടെ ദുഃഖഭാരത്തോടെ അവർ തന്റെ വിരലുകൾ കടിക്കുന്ന രംഗം ഒന്ന് ഓർക്കണേ. യഖൂലു, അവൻ ആ വിരൽ കടിച്ചുകൊണ്ട് പറയുകയാണ്, യാ ലൈതനി തഖതു മഅർ റസൂലി സബീലാ. അല്ലാഹുവേ, ഞങ്ങൾ മെസ്സിയെ ആരാധിക്കുന്നതിന് പകരം ഞങ്ങളുടെ ഹബീബിനെ ഞങ്ങൾ സ്നേഹിച്ചിരുന്നെങ്കിൽ, നെയ്മറിനെ ആരാധിക്കുന്നതിന് പകരം ഞങ്ങളുടെ ഹബീബിനെ ഞങ്ങൾ സ്നേഹിച്ചിരുന്നെങ്കിൽ, റൊണാൾഡോയെ ആരാധിക്കുന്നതിന് പകരം ഞങ്ങളുടെ ഹബീബായ തങ്ങളെ ഞങ്ങൾ സ്നേഹിച്ചിരുന്നെങ്കിൽ, യഖൂലു യാ ലൈതനി തഖൽതു മഅർ റസൂലി സബീലാ. അല്ലാഹുവേ, ആ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കഴിയാമായിരുന്നല്ലോ. ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. അല്ലാഹ്, ഈ പന്ത് കളി വന്നതോടെ, ഈ ഫുട്ബോൾ കളി വന്നതോടെ, ഈ ക്രിക്കറ്റ് കളി വന്നതോടെ, ഈ സിനിമാ ഫീൽഡ് തുറന്നതോടെ ഞാൻ പിഴച്ചുപോയല്ലോ അല്ലാ, പിഴച്ചുപോയല്ലോ അല്ലാ. എന്റെ റസൂലിനെ എനിക്ക് കൂട്ടുകാരനായി ലഭിച്ചില്ലല്ലോ അല്ലാ. ഉഖബത്ത് ഇബ്നു മുഈത്ത് കടിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ വഴികളിൽ നിന്ന് വ്യതിചലിച്ച് യൂറോപ്യൻ സംസ്കാരത്തെ ആരാണോ പിൻപറ്റുന്നത് അവരും നാളെ വിരൽ കടിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഓർത്തോളി, ഈ സൂറത്ത് പഠിച്ചു വെച്ചു. നബി മതിയായിരുന്നു എനിക്ക്, നബി മതിയായിരുന്നു എനിക്ക്. എനിക്ക് നെയ്മർ, റൊണാൾഡോ അല്ല എന്റെ വലുത്. എനിക്ക് ദുൽഖർ സൽമാനോ മമ്മൂട്ടിയോ മോഹൻലാലോ അല്ല വലുത്. എനിക്ക് പൃഥ്വിരാജ് അല്ല വലുത്. എന്റെ റസൂലാണ് എനിക്ക് വലുത് എന്ന് അവൻ അന്ന് ചിന്തിക്കും. ഇന്ന് ചിന്തിക്കൂല. ഇന്ന് ഫ്രീക്കനായി പോയി. ഇന്ന് ചിന്തിക്കൂല. ഫ്രീക്കനാവാൻ കാരണമാര്? ഉമ്മ പ്രസവിച്ച് കയ്യിലെടുത്ത ഉടനെ ഈ ദുആ ചൊല്ലാൻ മറന്നുപോയി. മറിയം ബീവിക്ക് വേണ്ടി ഹന്ന റളിയല്ലാഹു അൻഹ ദുആ ചെയ്തു. മറിയം ബീവി പിഴച്ചില്ല. മറിയം ബീവി പിഴച്ചില്ല. വദ്കുർ ഫിൽ കിതാബി മറിയം إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا. അല്ലാഹുവിന്റെ പ്രവാചകൻ പരിശുദ്ധമായ ഖുർആനിലൂടെ മറിയം ബീവിയെ കുറിച്ച് അല്ലാഹ് ഇതാ ചെറിയ ഒരു ഉദാഹരണം പഠിപ്പിച്ചു തരികയാണ്. മറിയം ബീവിയുടെ ചെവിയിൽ അല്ലാഹു ഈ ഉമ്മയെ കൊണ്ട് ഓതിക്കൊടുത്തു, ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. പടച്ചവനേ, പിശാചിന്റെ ശർറിൽ നിന്ന് എന്റെ മകളെയും എന്റെ മകൾക്കുണ്ടാകുന്ന മകനെയും പടച്ചവനേ പിശാചിനെ തൊട്ട് നീ സഹായിക്കണേ അല്ലാ. പിശാചിനെ തൊട്ട് സഹായിക്കണേ അല്ലാ ദുആ ചെയ്തു. കബൂലായി, കബൂലായി. فأرسلت إليها رسلا فأرسلت إليها فمثل لها بشرا سويا. മറിയം ബീവി ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. സുന്ദരിയായ പെണ്ണാണ്, ചെറുപ്പക്കാരിയാണ്. ആരോരുമില്ലാത്ത ഒറ്റപ്പെട്ട ഒരു തോട്ടത്തിൽ അവൾ താമസിക്കുമ്പോ അള്ളാഹു അവളെ ഒന്ന് പരീക്ഷിക്കുകയാ. ഒരു സുന്ദരനായ ചെറുപ്പക്കാരന്റെ കോലത്തില് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവളുടെ കൂടാരത്തിലേക്ക് അയക്കുകയാണ്. ആരുമില്ല, ഒറ്റയ്ക്കാണ്, ഒരു ചെറുപ്പക്കാരിയാണ്. അവളെ വിസ്മയിപ്പിക്കുന്ന സൗന്ദര്യത്തോടെ ഇതാ ഒരു ചെറുപ്പക്കാരൻ മുന്നിൽ വന്ന് നിൽക്കുകയാ. അല്ലാഹുവേ, ആ മഹദിയായ യുവതിയായ മറിയം ബീവി ചോദിക്കുകയാണ്, ആരാണടാ നീ? വളരെ ഗൗരവത്തോടെയാണ്. അല്ലാഹുവേ, ഈ പിശാചിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ. പടച്ചവനെ, ഈ ചെകുത്താനിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ. പക്ഷേ തന്നെ ആക്രമിക്കാമെന്ന ഒരു പുരുഷനാണെന്ന് കരുതിയിട്ട് ബഹുമാനപ്പെട്ട മറിയം ബീവി അലൈഹിസ്സലാം അല്ലാഹുവിനോട് കാവൽ തേടുകയാണ്. അല്ലാ, ഈ പിശാചിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ. കണ്ടോ, ഒരു അന്യ പുരുഷൻ തന്നെ ആകർഷിക്കാൻ വന്നപ്പോ പെട്ടെന്ന് അല്ലാഹുവിലേക്ക് തിരിഞ്ഞു. അതാണ് പെണ്ണ് വേണ്ടത്. ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെണ്ണ് ഒരു അന്യ പുരുഷനാണ് വരുന്നതെങ്കിൽ ചിരിച്ച് സംസാരിച്ചാൽ നമ്മൾ ചിരിച്ച് സംസാരിക്കരുത്, ഗൗരവത്തോടെ സംസാരിക്കണം.
ഭർത്താവ് മാർക്കറ്റിൽ പോയിരിക്കാണ്, ഭർത്താവ് വെളിയിൽ പോയിരിക്കാണ്, ഭാര്യ മാത്രമേ ഉള്ളൂ വീട്ടില്. പല ആളുകളും വരും. അപ്പൊ ഭർത്താവിനെ ചോദിച്ചു വരും. ഭർത്താവിനെ ചോദിച്ചു വരുമ്പം ചിരിച്ചുകൊണ്ടല്ല സംസാരിക്കുക, വളരെ ഗൗരവത്തോട്. അദ്ദേഹം ഇല്ല, അദ്ദേഹം മാർക്കറ്റിൽ പോയി, നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ചാൽ മതി. അപ്പോൾ ഇവന്റെ മനസ്സിൽ കത്തും, ഓ ഭയങ്കര സാധനം തന്നെ അപ്പൊ ഇവള് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അപ്പൊ അവൻ അവിടെ നിൽക്കൂല. പെട്ടെന്ന് അവൻ അവിടുന്ന് വണ്ടി വിടും. ഇതല്ല പയ്യെ പതുക്കെ നിന്നിട്ട് എവിടുന്ന് നിങ്ങളെ നെല്ലൂരിൽ നിന്നുള്ളതാണ്, ഞാൻ ഇക്കാന്റെ നമ്പർ തരാം കേട്ടോ, നിങ്ങൾ അതിൽ വിളിച്ചാൽ മതി. അതിൽ കിട്ടിയില്ലെങ്കിൽ എന്റെ നമ്പറിലൊക്കെ ഒന്ന് വിളിച്ചോളി, തീർന്നു. പിന്നെ ഇക്കായ ആവശ്യമില്ല, പിന്നെ ഓളെ ആവശ്യമില്ല. ഇങ്ങനെ നമ്പർ കൊടുക്കാൻ നിൽക്കണ്ട, ചിരിക്കാൻ. നിങ്ങൾ ആ പള്ളിക്ക് പോയിട്ട് ചോദിച്ചാൽ അവിടെ കാണും, അല്ലെങ്കിൽ ആ പീടികയിൽ നോക്കിയാൽ മതി, അവിടെ കാണും. കഥ അടക്കി, തീർന്നു പരിപാടി അവിടെ. മറിയം ബീവി അങ്ങനെയാണ് പ്രതികരിച്ചത്. ഉടനെ ജിബ്രീൽ പറഞ്ഞു, ഇല്ല, ഞാനേ ചെറുപ്പക്കാരനോ പഴപ്പിക്കാൻ വന്നവനല്ല, ഞാൻ ഒരു പ്രവാചക അല്ല, ഞാനൊരു റസൂലാണ്. ഞാൻ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ്. എന്താണ് സന്തോഷ വാർത്ത? നിങ്ങൾക്കൊരു കുട്ടി അള്ളാഹു തരാൻ പോകുന്നു. അപ്പോൾ എന്നെ ഒരു പുരുഷന് സ്പർശിച്ചിട്ടുമില്ല, ഞാനൊന്ന് അഴിഞ്ഞാടി നടക്കുന്ന ഒരു പെണ്ണുമല്ല, എനിക്ക് പിന്നെ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാകും? നിന്നെ കൊണ്ട് ലോകത്തുള്ള ഒരു പാഠം പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ ഇവിടെയൊക്കെ വെച്ച് നമുക്ക് ശാസ്ത്രത്തിലേക്ക് കയറാൻ പറ്റും. ശാസ്ത്രമൊക്കെ ഏതെല്ലാം രീതിയിൽ കുട്ടികൾ ഉണ്ടാക്കുന്നൊക്കെ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിന്റെ ഒരു ഊത്തിലൂടെ ഒരു കുട്ടി ഉണ്ടാക്കി കൊടുത്ത ചരിത്രം, അതൊന്നും ശാസ്ത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല. പോട്ടെ, ഉടനെ തന്നെ പറഞ്ഞു, ഇത് അള്ളാന്റെ തർത്തീബാണ്, ഇത് അള്ളാന്റെ തീരുമാനമാണ്, നിങ്ങൾക്കൊരു കുട്ടി അള്ളാഹു തരുന്നു. ബഹുമാനപ്പെട്ട മറിയം ബീവി അള്ളാഹു തആല പരിചയപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരിയ, ഒറ്റയ്ക്കൊരു ആണിനെ അള്ളാഹ് ഇട്ട് കൊടുത്തു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇയ്യാക വൽ ഖൽവത ബിന്നിസാ, ഇയ്യാക വൽ ഖൽവത ബിന്നിസാ. നിങ്ങൾ എത്ര വലിയ സൂക്ഷ്മതയുള്ള പെണ്ണാണെങ്കിലും, സൂക്ഷ്മതയുള്ള ആലിമാകട്ടെ, സാലിഹീങ്ങളാകട്ടെ, ഒറ്റയ്ക്കൊരു അന്യ പെണ്ണുമായി നിങ്ങൾ ഇരിക്കരുതേ. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ കൈകളിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം ചെയ്ത് ഞാൻ പറയുകയാ. ഇല്ലാ വസാലിസുഹുമാ അശ്ശൈത്താൻ, മൂന്നാമനായി അവിടെ പിശാച് കടന്നുകൂടും കേട്ടോ, നിങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കും കേട്ടോ. അതുകൊണ്ട് ഒറ്റയ്ക്കൊരാണും പെണ്ണും തനിച്ചിരിക്കരുതേ. നബീന റസൂലുള്ളാഹി ഈ ആയത്ത് ഓതിയതിന്റെ മഹത്വം കൊണ്ട് മറിയം ബീവി പിഴച്ചില്ല. മറിയം ബീവിക്കുണ്ടായ കുട്ടിയാര്? ഈസാ ഇബ്നു മറിയം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും പിഴച്ചിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് സ്വർഗ്ഗത്തിലെ യുവാക്കളുടെ നേതാവ്. ഉണ്ടോ? അള്ളാന്റെ റസൂല് മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിലേക്ക് കടന്നു വരുമ്പോ സഹാബാക്കൾ ഇരുന്ന് ചർച്ച ചെയ്യുകയാ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ വന്ന പ്രവാചകന്മാരെ കുറിച്ച് പൊക്കി സ്തുതി കീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഈസാ നബിയുടെ പേര് പരാമർശിച്ചതായി നബി തങ്ങൾ കേട്ടിട്ടില്ല. ബാക്കിയുള്ള പ്രവാചകന്മാരെ കുറിച്ച് സഹാബാക്കൾ പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുകയാ, ഐന ഷഹീദ് ഇബ്നു ഷഹീദ്, ഈസാ മറിയം എവിടെ? ഷഹീദിന്റെ മകൻ ഷഹീദ് എവിടെ? അതായത് ഈസാ ഇബ്നു മറിയമിനെ കുറിച്ച് എന്തേ നിങ്ങൾ പരാമർശിക്കാത്തത്? സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന അൽ ഹസൻ വൽ ഹുസൈൻ, സ്വർഗ്ഗത്തിന്റെ ഏറ്റവും വലിയ കൂടാരത്തില്, ഏറ്റവും വലിയ തണലില്, സുബ്ഹാനല്ലാഹ്, അവിടെ പരിലസിക്കുന്ന യുവതാരങ്ങളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, സ്വർഗ്ഗലോകത്തെ താരങ്ങളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. നബി തങ്ങൾ ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞുപോയി, ഈസാ ഇബ്നു മറിയം, ഈസാ നബിയും നാളെ സ്വർഗ്ഗത്തിലെ യുവാക്കളുടെ നേതാവാണ്. മാ ഹമ്മ ബി ഖതിയ വലാ ഗമ്മ ബി ഖതിയ,
വലാ ഹാക ബിസദ്രിഹി ഇംറഅത്തുൻ, ഒരു പെണ്ണിനെ കുറിച്ച് തന്റെ ജീവിതത്തിൽ മനസ്സിൽ ചിന്തിക്കാത്ത ഒരേ ഒരു ചെറുപ്പക്കാരൻ അത് ഈസ ഇബ്നു മറിയമാണ് സഹാബ. വലാ ഹമ്മ ബിഖതിയാ, ഒരു തെറ്റിനെ കുറിച്ചോ ഒരു അശ്ലീല സ്വഭാവങ്ങളെ കുറിച്ചോ ഒരു അശ്ലീല ഫോട്ടോയെ കാണുകയോ അത് ചിന്തിക്കുകയോ ചെയ്യാത്ത ഒരേ ഒരു ചെറുപ്പക്കാരൻ അത് ഈസ ഇബ്നു മറിയമാണ് സഹാബത്തെ. ഹസൻ ഹുസൈനോടൊപ്പം യുവാക്കളുടെ നിരയിൽ നാളെ സ്വർഗത്തിൽ ഈസാ നബിയും ഉണ്ടാകും സഹാബ. ചെറുപ്പക്കാരൻ എന്താ സംഭവം? പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കിട്ടുമോ? അങ്ങനെ കിട്ടുമോ? നമ്മളൊക്കെ എത്ര എണ്ണത്തിനെ ചിന്തിക്കുന്നത്? റമദാൻ ആവുമ്പോൾ തന്നെ മുന്നിൽ വന്ന് നിന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കൈ കണ്ണൊക്കെ അടച്ചാൽ ഇങ്ങനെ ഒന്ന് നോക്കും, കൂടെ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചിട്ടൊന്ന് നോക്കിപ്പോ. ഇങ്ങനെ ഇതിലിങ്ങനെ വരുന്ന പെണ്ണുങ്ങൾ എങ്ങനെങ്കിലും ഓടിച്ച് അത് നോക്കാതിരിക്കാൻ പറ്റൂല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഓളെ കുറിച്ചും, ആര് ഒറിജിനൽ ഓളല്ല, അവളെ ചിന്തിക്കാറില്ല, മരിച്ചാൽ പോലും ചിന്തിക്കൂല, പാവം ഐറ്റം. മറ്റേ ഡ്യൂപ്ലിയെ കുറിച്ച് ചിന്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഈസാ നബി ഒരു ചെറുപ്പക്കാരനാണ്. എന്താ ക്വാളിറ്റി? ഒരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കുക പോലും ജീവിതത്തിൽ ചെയ്തിട്ടേ ഇല്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കിട്ടുമോ? ഒരു പെണ്ണിനെ കുറിച്ച് ജീവിതത്തിൽ ചിന്തിച്ചിട്ടേ ഇല്ല, ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലില്ല. അതുകൊണ്ട് സ്വർഗത്തിലെ നേതാവ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാരുടെ കൂട്ടത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താ ഈ ക്വാളിറ്റി കിട്ടാൻ കാരണം? ഉമ്മച്ചി ഉമ്മാടെ ഉമ്മ എന്താ പറയാ, വല്യമ്മ ഓതി കൊടുത്തു. തന്റെ കുഞ്ഞിനെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഓതി കൊടുത്തു, ഇന്നി ഉഈദുഹാ ബിക് വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. ഓതിക്കോളി, നിങ്ങളുടെ കുട്ടികളെ എടുത്തു വെച്ചോളി. മഹാന്മാരായ മുഫസ്സിരികൾ പറയുന്നു, ഏതൊരു കുട്ടിയുടെ വലത് കാതിൽ അവൻ പ്രസവിച്ച ഉടനെ എടുത്ത് ഇത് ഓതുന്നുവോ ആ കുട്ടി വ്യഭിചരിക്കൂല, പിഴച്ചു പോകൂല. ഇനി ഓതിക്കോളി ഇൻഷാ അല്ലാഹ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഈസാ നബി മറിയം ബീബി പിഴച്ചു പോയിട്ടില്ല, ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിലേക്ക് കടക്കാൻ തിരിച്ച്, ഇപ്പൊ മാതാപിതാക്കളാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവരിത് കൈകാര്യം ചെയ്യണം. ഇല്ല എങ്കിൽ നാളെ ആഖിറത്തിൽ എന്താകും? ഈ മാതാപിതാക്കൾ മക്കൾക്കെതിരാവും. അതാ ഞാൻ പറഞ്ഞു വന്നത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ വാലിദ യതഅല്ലഖു ബിവലദിഹി യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. കണ്ടുമുട്ടുന്ന സമയത്ത് ഈ ഉപ്പ തന്റെ മകന്റെ അരികിലേക്ക് പോവുകയാണ്. യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നി കുന്തുലക വാലിദാ വലക മുഹാമിയാ. പൊന്നുമോനെ, ഞാൻ നിന്റെ ഉപ്പയായിരുന്നില്ലേടാ, ദുനിയാവിൽ നിന്റെ ഉപ്പയായിരുന്നില്ലേ, നിന്റെ സംരക്ഷകനായിരുന്നില്ലേ, നീ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വാങ്ങിത്തന്നത് നിന്റെ ഉപ്പയല്ലേ, നിനക്ക് ആവശ്യമുള്ള വസ്ത്രം വാങ്ങിത്തന്നതും നിന്റെ ഉപ്പയല്ലേ, നിന്നെ ഉന്നതമായ പഠനങ്ങൾ നൽകി നിന്നെ ആദരിച്ചതും ഈ ഉപ്പയല്ലേ, സുന്ദരിയായ പെണ്ണിനെ നല്ല കുടുംബത്തിൽ കൊണ്ടുപോയി ഒരു കല്യാണം നടത്തി തന്നതും ഈ ഉപ്പയായിരുന്നില്ലേ. അതേ ഫയുസ്നി അലൈഹി ഖൈറാ, ഈ മകൻ ഈ ഉപ്പയോട് പറയുകയാണ്, അതെല്ലാം ശരി തന്നെയാണ് ഉപ്പ. എന്താണ് ഉപ്പക്ക് വേണ്ടത്? അടുത്ത ഉപ്പാന്റെ അടുത്ത ചോദ്യം, ഇന്നി ഖദ് ഹതജ്തു മിൻ മിസ്ഖാലി ദർറത്തിൻ മിൻ ഹസനാതിക അൻജു മിമ്മാ തറാ. മക്കളെ വളർത്തിയിട്ട് വലിയ വിദ്യാഭ്യാസം കൊടുത്ത് ഭൗതികമായ ഉന്നത തലങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഉപ്പമാരെ, ഉമ്മമാരെ, നാളെ ആഖിറത്തിൽ ഈ മക്കളെ കൊണ്ട് പ്രയോജനമുണ്ടാവുകയില്ല. ഹദീസാണ് കേട്ടോ. പരിശുദ്ധമായ റമദാനിന്റെ 10 നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാ. അവൻ കുറച്ച് പണം ഉണ്ടാക്കി നമുക്ക് അയച്ചു തന്നത് കൊണ്ട് കാര്യം എന്താ സഹോദരാ? ഒരു ദിവസം ഈ കണ്ണടഞ്ഞു പോകുമ്പോ ഈ മുണ്ടത്ത് പള്ളി ഖബറിസ്ഥാനിൽ നമ്മുടെ മയ്യത്ത് കൊണ്ടിട്ട് എല്ലാവരും മടങ്ങിപ്പോകുമ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ
നിന്ന് നമുക്കൊരു യാത്രയുണ്ട് കേട്ടോ. വലം തുസാഫിർ അബഅദ മിൻഹു, ഇതുപോലൊരു യാത്ര നമ്മൾ ചെയ്തിട്ടേ ഇല്ല. അത് ബർസഖിൽ നിന്ന് മഹ്ശറിലേക്കുള്ള യാത്രയാണ്. അവിടെയാണ് നമ്മുടെ മക്കളെ കാണാൻ പോകുന്നത്. അവിടെയാണ് വലിയ സംഗമം നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അവിടെയാണ് ജനസാഗരങ്ങൾ ഇരച്ചു കയറുന്നത്. അവിടെയാണ് മനുഷ്യനെ തിരിച്ചറിയുന്നത്. അവിടെയാണ് മനുഷ്യന്റെ വില മനസ്സിലാക്കുന്നത്. അവിടെയാണ് മക്കളും മാതാപിതാക്കളും തമ്മിൽ അകന്നു പോകുന്നത്. ആ ഒരു സന്ദർഭത്തിൽ എന്റെ സ്വന്തം തടിയൊന്ന് രക്ഷപ്പെടാൻ അതിനുള്ള വഴിയാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതാ വജീഅ ജഹന്നമ യൗമഇദിൻ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദി യതദക്കറുൽ ഇൻസാൻ ഫഅന്നാ ലഹു ദിക്റാ. മറ്റന്നാളെ വിറങ്ങലിച്ചു നിൽക്കുമ്പോ വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന സമയമാണ്. തന്റെ തലയ്ക്ക് മീതെ ഗർജിച്ചു നിൽക്കുന്ന സൂര്യനാണ്. ഈ സൂര്യന്റെ ആഘാതത്തിൽ മനുഷ്യൻ ഇതാ ഉരുകിത്താഴുമ്പോ അല്ലാഹുവേ, തട്ടഹസിക്കുന്ന ആ പ്രകമ്പനം കൊള്ളുന്ന ആ നരകം ഞാൻ കാണുകയാണ് അല്ലാ. ആ നരകത്തിലെത്താൻ വാപ്പാക്ക് 99.5 മാർക്കുണ്ട്. അര മാർക്കിന്റെ വ്യത്യാസത്തിൽ ഈ വാപ്പ സ്വർഗത്തിൽ പോകാതെ കഴിയുമ്പോ തന്റെ മകനെ നേരിൽ കാണുകയാണ് മഹ്ശറാവൻ സഭയിൽ. ആ മകനോട് പോയി ചോദിക്കുകയാ, യാ ബുനയ്യ, പൊന്നുമോനെ, വാപ്പാക്ക് 99.5 അമലുണ്ട് മകനെ. നിന്റെ വാപ്പയാണടാ ഞാൻ. നിനക്ക് വസ്ത്രം വാങ്ങി തന്നവനാണടാ ഞാൻ. നിനക്ക് വീട് വെച്ച് തന്നവനാണ് ഞാൻ. നിനക്ക് ദുനിയാവിൽ ജീവിക്കാൻ സൗകര്യം ചെയ്ത് തന്നവനാണ് ഞാൻ ഒരു അര ദിർഹമിന്റെ ഒരു അര ഫിൽസിന്റെ നന്മ നീ എനിക്ക് തരണേ മകനെ. ഞാൻ സ്വർഗത്തിൽ ഒന്ന് കയറട്ടടാ പൊന്നേ. വല്ലാത്ത യാചനയാണ്. വാപ്പ തന്റെ മകനോട് യാചിക്കുന്ന രംഗാണ്. 99.5 മാർക്ക് എനിക്കുണ്ട്, ഒരു അര മാർക്കിന്റെ വ്യത്യാസം. പ്ലീസ് പൊന്നുമോനല്ലേ, നിനക്ക് ഞാൻ വീടുണ്ടാക്കി തന്നു, വസ്തു വാങ്ങി തന്നു, സ്ഥലം വാങ്ങി തന്നു, വണ്ടി എടുത്തു, കല്യാണം കഴിപ്പിച്ചെന്നു. പ്ലീസ് നീ എനിക്കൊരു അര മാർക്ക് നീ തന്നാ മതി. നിന്റെ നന്മയിൽ നിന്ന് എനിക്ക് താ മോനെ, ഞാനൊന്ന് സ്വർഗത്തിൽ കയറട്ടെ. വല്ലാഹി, ആ മകൻ പറയുകയാണ്, ലാ അസ്തതിഉ അൻ നുഅതീക മിൻഹു ശൈആ. വാപ്പാ, ഉമ്മ മകനെ താലോലിച്ച് വളർത്തി വലുതാക്കി അങ്ങ് ഉന്നത നിലയിലേക്ക് എത്തിച്ച് അവന് എല്ലാ ജോലിയും വലിയ ശമ്പളവും വാങ്ങിക്കൊടുത്തില്ലേ? നാളെ ആഖിറത്തിൽ പോകണ്ടേ? അവിടെ നിങ്ങൾക്ക് ഈ മകനെ കാണണ്ടേ? ഈ മകനോട് കെഞ്ചുകയാണ്, യാചിക്കുകയാണ്, കാലിൽ പിടിച്ച് ചോദിക്കുകയാണ്. ഒരു അര നന്മ മതി, ഒരു നന്മ വേണ്ട. മിസ്കാലു ദർറത്തിൻ മിൻ ഹസനാതിക, ഒരു കടുക് മണിയുടെ നന്മ ഈ വാപ്പാക്ക് നീ ഒന്ന് തരണേ പൊന്നുമോനെ. ഈ കാണുന്ന നരകത്തിൽ നിന്ന് ഞാനൊന്ന് രക്ഷിക്കട്ടടാ. ഉടനെ മകൻ പറയുകയാ, ഇല്ല ഉപ്പാ, തരില്ല ഉപ്പാ. ഏതൊരു നരകത്തിന്റെ ശിക്ഷയാണോ നിങ്ങൾ കാണുന്നത്, ആ ശിക്ഷ ഞാനും ഭയപ്പെടുന്നു, ആ ശിക്ഷ ഞാനും കാണുന്നു ഉപ്പാ. എന്റെ നന്മയിൽ നിന്ന് അല്പമങ്ങാണ് നിങ്ങൾക്ക് ഞാൻ വീതം വെച്ചാൽ ഞാൻ നരകത്തിൽ പോകുമെന്ന് ഭയപ്പെടുന്നു ഉപ്പാ. അതുകൊണ്ട് ഫലാ ഉതീഖു അൻ നുഅതീക ശൈആ. اللهم ارحمنا يا ارحم الراحمين اللهم ارحمنا يا ارحم الراحمين اللهم ارحمنا يا ارحم الراحمين. അല്ലാഹുവേ, ഞങ്ങളെയൊക്കെ നാളെ നീ രക്ഷിക്കണേ പടച്ചവനെ, നിന്റെ ഔദാര്യം കൊണ്ട് രക്ഷിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കൾ പോലും ഞങ്ങൾക്ക് എതിരാവുന്ന ഒരു ദിവസം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും അദുവ്വൻ ലക്കും. ഖുർആൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് എതിരാവുന്ന ഒരു ദിവസം വരും. അടുത്ത കട്ടോളി. പെട്ടെന്ന് ഈ വാപ്പ തിരിയുന്ന ആരിലേക്കാണ്? മകൻ കൈയൊഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് തിരിയും. തന്റെ ഭാര്യയുടെ അരികിലേക്ക് അവൻ തിരിയുകയാണ്. എല്ലാമായ തന്റെ പ്രിയതമ എവിടെ പോയാലും കൂടെ കൊണ്ടുപോകും.
ഗൾഫിൽ പോണെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി, ദുബായിൽ പോണെന്ന് പറഞ്ഞപ്പോൾ അവിടെ കൊണ്ടുപോയി, ഖത്തറിൽ ഫിഫ കാണുന്ന പറഞ്ഞപ്പോൾ അവിടേക്കും കൊണ്ടുപോയി, ബെൻസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതും വാങ്ങിക്കൊടുത്തിട്ടു, വലിയ വലിയ ഫോർച്യൂണർ വേണം അതും വാങ്ങിക്കൊടുത്തു, വലിയ വീട് വേണം അതും വേണം, AC വേണം അത് വാങ്ങിക്കൊടുത്തു. എന്ത് വേണം? മട്ടൻ വേണോ, ചിക്കൻ വേണോ, ചില്ലി ചിക്കൻ വേണോ, ചിക്കൻ റോസ്റ്റ് വേണോ, ചിക്കൻ ചാപ്സ് വേണോ, പറക്കിത്തം വേണോ, തളരൻ ചിക്കൻ വേണോ, ഏത് വേണം, എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുത്തു. ഭാര്യ തന്റെ ഭാര്യയുടെ അരികിലേക്ക് അദ്ദേഹം തിരിയുകയാണ്. യാ ഫുലാന, എന്റെ പെണ്ണേ, ദുനിയാവിൽ നിന്റെ ഭർത്താവ് ഞാനായിരുന്നില്ലേ? നീ ഇഷ്ടപ്പെട്ടത് മുഴുവനും നിനക്ക് ഞാൻ വാങ്ങി തന്നില്ലേ? നിന്നെ ഞാൻ ധാരാളം സ്നേഹിച്ചില്ലേ? നീ ദുനിയാവിൽ ആഗ്രഹിച്ചത് മുഴുവനും നിനക്ക് ഞാൻ സാധിച്ചു തന്നില്ലേ? ഒന്നും അവൾ നിഷേധിക്കൂല കേട്ടോ. ഫതുസിനി അലൈഹി ഖൈറാ, ഇതെല്ലാം നിങ്ങൾ എനിക്ക് സാധിച്ചു തന്നു എന്റെ പൊന്നിക്കാ എന്ന് അവൾ അതെല്ലാം സമർത്ഥിക്കുകയാണ്, സമ്മതിക്കുകയാണ്. ഉടനെ ഈ ഭർത്താവ് പറയുകയാണ്, എങ്കിൽ എടീ പെണ്ണേ, ഈ കാണുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു നന്മയുടെ കുറവ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. നിന്റെ നന്മയിൽ നിന്ന് ഒരൽപ്പം തന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ. ഭാര്യയോട്, അല്ലാഹു അക്ബർ, ഭാര്യയോട് പറയാണ്, നന്മ പ്ലീസ്, നന്മ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഈ കാണുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 99.5 മാർക്കുണ്ട്, അരയും കൂടെ കിട്ടിയ ഞാൻ രക്ഷപ്പെടും. പ്രിയപ്പെട്ട പ്രിയതമ പറയുകയാണ്, നിങ്ങൾ ഒരുപാട് നന്മയൊക്കെ എനിക്ക് ദുനിയാവിൽ ചെയ്തു തന്നു, ശരിയാണ്. ഈ നരകത്തിന്റെ പ്രകമ്പനം ഞാൻ കാണുകയാണ്, നിങ്ങൾ കാണുന്നത് പോലെ ഞാനും കാണുകയാണ്. ഞാനെങ്ങാനും എന്റെ നന്മ നിങ്ങൾക്ക് ഓഹരി ചെയ്താൽ എന്റെ നന്മ കുറയപ്പെട്ടവളായി ഞാൻ നരകത്തിൽ എറിയപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഫലാ ഉതീഖു അൻ ഉതീക ശൈആ, എന്റെ നന്മയിൽ നിന്ന് അല്പം പോലും നൽകാൻ എന്നെ കൊണ്ട് ആവൂല. കൈയൊഴിഞ്ഞു. ഇത്ര നാളെ വാങ്ങിക്കൊടുത്ത ചിക്കനും പോയി, ചില്ലി ചിക്കനും പോയി, ബ്രോസ്റ്റഡും പോയി, ഷവായയും പോയി, മട്ടനും പോയി, മന്തിയും പോയി, കബ്സയും പോയി, എല്ലാം പോയി. ഇല്ലാന്ന് പറ്റൂല. ഈ സംഭവം പറഞ്ഞിട്ട് നബി തങ്ങൾ ഓതിക്കൊടുക്കുകയാണ്, എത്ര വലിയ അടുത്ത സുഹൃത്തുക്കളാകട്ടെ, അടുത്ത ബന്ധുജനങ്ങളാകട്ടെ, നമ്മുടെ നന്മയിൽ നിന്ന് അല്പം പോലും നമ്മുടെ തിന്മ ഏറ്റെടുക്കാൻ അവര് തയ്യാറാവൂല കേട്ടോ. വലാ തസിറു വാസിറത്തും വിസ്റ ഉഖറാ, ഒരാൾ മറ്റൊരാളുടെ ചുമട് നാളെ ഏറ്റെടുക്കൂല കേട്ടോ. ഫമൻ ഇഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സി വമൻ വൽ, ആരെങ്കിലും സ്വന്തമായി അമൽ ചെയ്താൽ അത് അവർക്ക് തന്നെ ഉള്ളതാ. ഇനി അവര് മറ്റൊരാൾക്ക് അത് വീതം വെക്കുകയോ അവർക്ക് വേണ്ടി സമ്മാനിക്കുകയോ ചെയ്യുകയില്ല. ഇനി ആരാണോ പിഴച്ചുപോയത് അവന് തന്നെയാണ് കുഴി തോണ്ടിയത്. അവർ മറ്റാരെയും പഴിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പരിശുദ്ധമായ ഖുർആൻ ഓതി നമുക്ക് അറിയിച്ചു തരികയാണ്. അതുകൊണ്ടാണ് ഈ വിനീതൻ നിങ്ങളോട് ചോദിച്ചത്, സൂറത്ത് യാസീൻ ഓതുന്നവരല്ലേ? ആ സൂറത്ത് യാസീൻ ഓതുമ്പോ അർത്ഥം ചിന്തിച്ചു ഓതണേ. അതിൽ ഒരായത്തുണ്ട്, ഓർത്തോ. ഇന്നു മുതൽ യാസീൻ ഓതുമ്പോ ആ ആയത്തൂടെ തന്റെ മനോമുഖരത്തിലൂടെ തെളിഞ്ഞു വരട്ടെ. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദിഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. സൂറത്ത് യാസീന
മരിച്ചവർക്ക് വേണ്ടി ഓതുന്നവരാണ്, മരിക്കാൻ കിടക്കുമ്പോൾ ഓതുന്നവരാണ്, വീട്ടിൽ പാരായണം ചെയ്യുന്നവരാണ്, രാവിലെയും വൈകിട്ടും ഓതേണ്ടതാണ്. ഈ സൂറത്ത് യാസീനിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ഈ സൂറത്ത് യാസീനിലെ ഒരായത്താണിത്. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദിഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നാളെ മഹ്ശറയിലേക്ക് കടന്നു വരാതിരിക്കാൻ പറ്റൂല. യൗമ യുശറു അദാഉല്ലാഹ് ഇലന്നാരി ഫഹും യൂസഊൻ ഹത്താ ഇദാ മാ ജാഊഹാ ശഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ ലിമ ശഹിദ്തും അലൈനാ ഖാലൂ അൻതഖന അല്ലാഹ് അല്ലദീ അൻതഖ കുല്ല ശൈ. അർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. ആഖിറത്തിലേക്ക് പോകുമ്പോ നമ്മുടെ അവയവങ്ങൾ നമുക്കെതിരെ സംസാരിക്കുന്ന ഭാഷണമാണ് ഖുർആൻ പറയുന്നത് കേട്ടോ. ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ എന്ന് അവരെ മാത്രം കുറ്റം പറയണ്ട. ഈ പ്രസംഗിക്കുന്ന ഞാനടക്കം, ഈ കേൾക്കുന്ന നമ്മളടക്കം, ഈ വന്യവയോധികരടക്കം, ഈ ഉലമാക്കളടക്കം, ഉമറാക്കളടക്കം നമ്മുടെ കൈപ്പത്തികൾ നാളെ അള്ളാന്റെ കോടതിയിൽ സാക്ഷ്യമാണ്. ഇന്ന് പഞ്ചിങ് ചെയ്യാറില്ലേ? നിങ്ങൾക്കൊരു സിം കാർഡ് വേണമെങ്കിൽ നിങ്ങൾ ആ ബൂത്തിൽ പോയിട്ട്, ആ കടയിലെ ഷോപ്പിൽ പോയിട്ട് നിങ്ങളുടെ തള്ളവരലൊന്ന് വെച്ചു കൊടുത്താൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് എ ടു ഇസഡ് നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ വരുമെങ്കിൽ ഇതേ കൈകൊണ്ട് തന്നെയാണ് ആഖിറത്തിൽ നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കുന്നത്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. നമ്മുടെ നാവ് നാളെ സീൽ വെക്കപ്പെടുകയാണ്, നമ്മുടെ വായു നാളെ സീൽ വെക്കപ്പെടുകയാ. പിന്നെ ആരാണ് സംസാരിക്കുന്നത്? വതുകല്ലിമുനാ അയ്ദീഹിം. കടയിൽ പോകുമ്പോൾ നമ്മളല്ല സംസാരിക്കുന്നത്. ആധാർ നിങ്ങൾ കൈയൊന്ന് വെച്ചാ മതി. റേഷൻ കടയിൽ പോയി അരി വേണോ? നിങ്ങൾ പറയണ്ട, നിങ്ങളുടെ കൈയൊന്ന് അവിടെ അമർത്തി കൊടുത്താൽ മതി. നിങ്ങൾക്ക് എത്ര ഗോതമ്പുണ്ട്, നിങ്ങൾക്ക് എത്ര അരിയുണ്ട്, എത്ര പഞ്ചസാരയുണ്ട്, എത്ര മണ്ണെണ്ണയുണ്ടെന്ന് ആ വിരലിലൂടെ നിങ്ങൾക്കറിയാൻ പറ്റും. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കൈയൊന്ന് അമർത്തിയാൽ മതി. നിങ്ങൾ വന്നിടം മുതൽ, നിങ്ങൾക്ക് വന്ന പനി മുതൽ, നിങ്ങൾക്ക് വന്ന ചുമ മുതൽ, നിങ്ങൾക്ക് വന്ന എല്ലാ അസുഖങ്ങളും വളരെ കൃത്യമായി അവിടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് പോലെ ആഖിറത്തിൽ നമ്മളെ അല്ലാഹു ഹാജരാക്കിയിട്ട് നമ്മുടെ നാവ് സീലടിക്കപ്പെടുകയാണ്. പിന്നെ സംസാരിക്കുന്നത് ആരാണ്? തുകല്ലിമുനാ അയ്ദീഹിം. നമ്മുടെ വിരലുകളാണ് സംസാരിക്കുക. എത്ര പേർക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ട്, എത്ര പേർക്ക് അശ്ലീലങ്ങൾക്കെതിരെ സംസാരിക്കുകയാ. ഉടനെ നമ്മൾ ഈ അവയവങ്ങളോട് തിരിച്ചു ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ എനിക്കെതിരെ സംസാരിച്ചത്? എന്തിനാണ് നിങ്ങൾ നമുക്കെതിരെ സംസാരിച്ചത്? നീ എന്റെ കൂടെ ഇരുന്നിട്ടല്ലേ ഈ തെറ്റ് ചെയ്തത്? എന്റെ കൂടെ നടന്നിട്ടല്ലേ തെറ്റ് ചെയ്തത്? എന്റെ കൂടെ കണ്ടിട്ടല്ലേ തെറ്റ് ചെയ്തത്? എന്റെ കൂടെ കേട്ടിട്ടല്ലേ നിങ്ങൾ തെറ്റ് ചെയ്തത്? എന്തിനാണ് ഞങ്ങൾക്കെതിരെ നീ സംസാരിച്ചത്? എന്തിനാണ് എന്ന് നമ്മൾ നമ്മുടെ അവയവങ്ങളോട് ചോദിക്കുമ്പോ ഖാലൂ അൻതഖനല്ലാഹ് അല്ലദീ അൻതഖ കുല്ല ശൈ. എനിക്ക് പറയാൻ ആഗ്രഹമില്ല, എനിക്ക് പറയണമെന്ന് കൊതിയുമില്ല, പക്ഷേ എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച പടച്ചവനുണ്ടല്ലോ, ഞങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞുപോയി. ഞങ്ങളപ്പോ സത്യം എന്താണോ നടന്നത് അത് ഞങ്ങൾ അങ്ങ് പറഞ്ഞുപോയി. അല്ലാതെ കളവ് പറയാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അതാണ് അല്ലാഹ് പറഞ്ഞത്, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബികൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റകബക കല്ലാ ബൽ തുകذിബൂന ബിദ്ദീൻ
വഇന്ന അലൈക്കും ലഹാഫിളീൻ. ഓർത്തോ, നിങ്ങളുടെ അവയവങ്ങൾ സ്പർശിക്കുന്നത്, ചലിക്കുന്നത്, അത് എവിടേക്കാണ്, എങ്ങനെയാണെന്ന് അറിയാൻ പ്രത്യേകമായ എഴുത്തുകാരെ നാം നിശ്ചയിച്ചിട്ടുണ്ട് കേട്ടോ. വഇന്ന അലൈക്കും ലഹാഫിളീൻ. അവർ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന എഴുത്തുകാരാണ് കേട്ടോ. കിറാമൻ കാതിബീൻ, മാന്യന്മാരായ എഴുത്തുകാരാണ് കേട്ടോ. അവർ നിങ്ങൾ യഅലമൂന മാ തഫഅലൂൻ, നിങ്ങൾ പറയുന്നതും നിങ്ങൾ പോകുന്നതും നിങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതും മുഴുവനും അവർ അറിയുന്നവരാണ്. അവർ അത് രേഖപ്പെടുത്തി വെക്കുന്നവരാണ്. അങ്ങനെയുള്ള മാന്യന്മാരായ എഴുത്തുകാരെ മറച്ചു വെച്ചിട്ട് ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു ദിവസം വരുമ്പോ ഈ ഏടുകൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. കുല്ല ഇൻസാൻ അൽസംനാഹു طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا. ഇന്ന് നമ്മുടെ കഴുത്തിൽ ഒരു ടാഗ് ഇട്ടതുപോലെ ഇതേപോലെ നമ്മുടെ ഓരോരുത്തരുടെ കഴുത്തില് അള്ളാഹു ഒരു ടാഗ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, അള്ളാഹു നമ്മുടെ കഴുത്തിന്റെ ഉള്ളിൽ ആ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴാണ് ഇത് എടുക്കുന്നതെന്നറിയുമോ? വനുഖ്രിജ് ലഹു യൗമൽ ഖിയാമ കിതാബാ. നാളെ ഖിയാമത്ത് നാളിൽ, അതായത് ഖബറിലേക്ക് നമ്മുടെ മയ്യത്ത് കൊണ്ടുവച്ചാൽ അവിടെ നിങ്ങളുടെ കാർഡ് പുറത്തേക്ക് എടുക്കുകയാണ്. കിതാബാ മൻഷൂറാ, തുറക്കപ്പെട്ട പുസ്തകം പോലെ നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കപ്പെടുകയാണ്. ശേഷം നമ്മളോട് തന്നെ പറയുകയാണ്, ഇഖ്റ കിതാബക്, നിന്റെ ഭാഗധേയമാണ് ഇത്, നിന്റെ ഫൈലാണ്, നീ വായിക്കണേ, വായിക്കണേ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ പുസ്തകം നമ്മളെ കൊണ്ട് തന്നെ വായിപ്പിക്കും. അവിടെ നമ്മൾ എവിടെ എന്ത് ചെയ്താലും ഇതൊക്കെ സസൂക്ഷ്മം ക്യാമറ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതി വെക്കും. നിങ്ങൾ CCTVയുടെ വീക്ഷണത്തിലാണ്, നിരീക്ഷണത്തിലാണ്. ക്യാമറ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എഴുതി വെക്കും. ഇത് ഖുർആനിനെ അല്ലാഹ് നേരത്തെ എഴുതി വെച്ചു. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ക്യാമറ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോകുന്നതും വരുന്നതും എല്ലാം ആ ചിപ്പ് റെക്കോർഡ് ചെയ്യും. നാളെ നിങ്ങളുടെ മുന്നിലേക്ക് അത് കൊണ്ടുവന്ന് തുറന്നു വെക്കും. നിങ്ങൾ തന്നെ വായിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ ഒരു ചിന്തയോടുകൂടി ജീവിക്കാൻ തയ്യാറാകുക. ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും. തീർന്നിട്ടില്ല വിഷയം, തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് അവിടെ വെച്ച് നിർത്തുകയാണ്. നമ്മളെ അള്ളാഹു വീക്ഷിക്കുന്നത് പോലെ നമ്മൾ നടക്കുന്ന, സംസാരിക്കുന്ന, പ്രവർത്തിക്കുന്ന ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും അള്ളാഹു സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. സൂറത്ത് യാസീൻ ഓതുമ്പോൾ ശ്രദ്ധിക്കുക. ഇതിൽ നിന്ന് അള്ളാഹുവോട് തൗബ ചെയ്യുക, പശ്ചാത്തപിക്കുക, അള്ളാഹുവിനോട് പാപമോചനം തേടുക. അതിനുള്ള അസുലഭ സന്ദർഭമാണ്, നമുക്ക് കിട്ടിയ അമൂല്യ സമയമാണ് അയ്യാമ മഅദൂദാത്ത്, ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങൾ. ഇന്ന് 10 കഴിഞ്ഞു പോവുകയാണ്. ഇനി 20 ദിവസം കൂടി നമുക്കുള്ളൂ. ഇത്ര പെട്ടെന്നാണ് പോയത്. ഉസ്താദ് പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് 10 വന്നു, ദാ വന്നു, ദേ പോയി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇന്ന് പറഞ്ഞതുപോലെ പെട്ടെന്ന് വന്നു, ഇതാ പെട്ടെന്ന് നമ്മൾ വിട പറഞ്ഞു പോവാണ്. ഈ 10-20 ദിവസത്തിനുള്ളിൽ ചോദിച്ചുകൊള്ളണം. രാത്രിയും പകലും കിടന്ന് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് അള്ളാഹുവിനോട് കാര്യമായി നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കെ, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കെ, തൗബ ചെയ്തുകൊണ്ടിരിക്കുക. കൈയുടെ പാപം, കണ്ണിന്റെ പാപം, കൽബിന്റെ പാപം, ഹൃദയത്തിന്റെ പാപം, ഗുഹ്യഭാഗത്തിന്റെ പാപം, കാലിന്റെ പാപം, ചുണ്ടിന്റെ പാപം, നാവിന്റെ പാപം, ഇത് മുഴുവനും അള്ളാഹുവിനോട് പറഞ്ഞ് പറഞ്ഞ് കരഞ്ഞ് 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 അവന്റെ കാരുണ്യം വാങ്ങാനുള്ള ഒരു സമയമാണിത്. ഇത് പാഴായാൽ എല്ലാം പാഴായി. അടുത്ത വർഷമൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു പ്രതീക്ഷയൊന്നും വേണ്ട. അതുകൊണ്ട് ഏത് സമയത്തും മരിക്കുമ്പോൾ ഈമാനോടെ
കാരുണ്യത്തോടെ സ്വർഗം കണ്ട് കലിമ ചൊല്ലി സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ച് അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫ്യങ്ങൾ, മുൻഗാമികളായ മഹത്തുക്കൾ നമ്മളിൽ നിന്ന് എങ്ങനെ സന്തോഷത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയോ അതേപോലെ ആ ഒരു പാതയെ പിൻപറ്റി ആ ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് മരിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അതിനായി ഈ മജ്ലിസ് ഉപയോഗപ്പെടുത്തണം. അതിന് അല്ലാഹു ഈ ബർക്കത്തായ റമളാനിന്റെ മുബാറക്കായ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്കേവർക്കും ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഴുവൻ പേർക്കും ഈ പ്രസംഗിച്ച എനിക്കും എന്റെ കൂടെ വന്നവർക്കും എല്ലാം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم آته الوسيلة والفضيلة وابعثه مقاما محمودا الذي وعدته. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وأوردنا حوله المورود. اللهم اسقنا من حوض نبينا محمد صلى الله عليه وسلم شربة هنية مرية لا يظمأ بعدها أبدا يا رب العالمين. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأقربائنا وأحبابنا وأساتذتنا من الديون والمظالم والنار. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات رب الأرض رب العرش الكريم. لا إله إلا أنت سبحانك إنا كنا من الظالمين. أرحم الراحمين തമ്പുരാനെ കരുണക്കടലായ അല്ലാഹ്, പരിശുദ്ധമായ റമളാനിന്റെ 10/3 ഞങ്ങളിൽ നിന്ന് വിട പറയുകയാണ്. യാ അല്ലാഹ്, ഈ റഹ്മത്ത് ലഭിച്ചവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ റഹ്മത്ത് ലഭിച്ചവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ അതിൽ നിന്ന് നിരാശപ്പെടുത്തല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞവരാണ്, ഒരുപാട് ഹറാമുകൾ കണ്ടവരാണ്, ഒരുപാട് ഹറാമുകൾ കേട്ടവരാണ്. അല്ലാഹ്, ഈ സമയത്ത്, ഈ ചുട്ടുപൊള്ളുന്ന സമയത്ത്, ഈ നോമ്പ് പിടിച്ച് നിന്നോട് ചോദിക്കുന്നു, ഈ തൗബ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഈ തൗബ നീ സ്വീകരിക്കണേ അല്ലാഹ്. വെറുതെയല്ല പടച്ചവനെ, സദഖകൾ ചെയ്തിട്ട് ചോദിക്കുന്നു അല്ലാഹ്. 3 ലക്ഷം ചോദിച്ചപ്പോ യാതൊരു സങ്കോചവും കൂടാതെ പറഞ്ഞവരാണ്. 1 ലക്ഷം ചോദിച്ചപ്പോ സങ്കോചം കൂടാതെ പറഞ്ഞവരാണ്. അല്ലാഹുവേ, ഇത്ര വിശാലമായ മനസ്കരുള്ള ഈ സദസ്സിൽ വെച്ച് നിന്നോട് ചോദിക്കുന്നു, കൈവിടല്ലേ അല്ലാഹ്, കൈവിടല്ലേ അല്ലാഹ്, കൈവിടല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് ഒരുപാട് രോഗങ്ങളുണ്ട് പടച്ചവനെ. ഞങ്ങളുടെ ഉമ്മമാര് രോഗികളാണ് അല്ലാഹ്, ഉപ്പമാര് രോഗികളാണ് അല്ലാഹ്, മാതാപിതാക്കൾ രോഗികളാണ് അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാർക്ക് രോഗമുണ്ട് പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ രോഗികളാണ് പടച്ചവനെ. അല്ലാഹുവേ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ആഫിയത്ത് നിന്റെ മക്കളാണ് പടച്ചവനെ, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യ സലാമത്ത് നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്, ഹിഫാദത്ത് നൽകണേ അല്ലാഹ്. ഗർഭിണികളായ ഞങ്ങളുടെ മക്കൾക്ക് നീ ആഫിയത്ത് നൽകണേ പടച്ചവനെ, സുഖപ്രസവം നൽകണേ അല്ലാഹ്. ആന്തരികമായ അവയവങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. പടച്ചവനെ, പനി പോലെ പടരുന്ന ക്യാൻസറിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. പടച്ച റബ്ബേ, ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ സഹോദരൻ ഒരു ചെറിയ മുഴ, പടച്ചവനെ, തൈറോയിഡിൽ ക്യാൻസർ എന്ന് വിധി വന്നു. നഊദു ബില്ലാഹ്. അൽഹംദുലില്ലാഹി الذي عافانا مما ابتلاه الله وفضلنا خيرا ممن خلق تفضيلا. പടച്ചവനെ,
ഞങ്ങളുടെ കിഡ്നിയിലോ, പടച്ചവരെ ഞങ്ങളുടെ കരളിലോ, പടച്ചവരെ ഞങ്ങളുടെ വാൽവിലോ, പടച്ചവരെ ഞങ്ങളുടെ ബ്രെയിനിലോ തകരാറ് വരാതെ കാക്കണേ അല്ലാ, സംരക്ഷിക്കണേ അല്ലാ. പടച്ചവരെ അതിലൊരു ന്യൂനത വന്നാൽ ആശുപത്രികളിൽ കയറി ഇറങ്ങി ഭീമമായ തുക ചെലവ് ചെയ്യുമ്പോഴാണ് നീ ഞങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ ഞങ്ങൾ ഓർക്കുന്നത്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഫമറ. പടച്ചവരെ കോടാനുകോടി ശുക്ർ നിനക്ക് വേണ്ടി ചെയ്യുന്നു അല്ലാ. ഞങ്ങളുടെ ശരീരത്തിന് ഒരു പോറലേൽക്കാതെ കാത്തുകൊള്ളണേ അല്ലാ. അൾസറിനെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ. ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രോഗമായ അൾസറിൽ നിന്ന് സഹായിക്കണേ അല്ലാ. അൾസറുള്ളവർ ഈ സദസ്സിലുണ്ട് അല്ലാ, സഹായിക്കണേ അല്ലാ. വെള്ളപ്പാണ്ടിൽ നിന്ന് സഹായിക്കണേ പടച്ചവനെ. വെള്ളപ്പാണ്ട് കുഷ്ഠരോഗമുള്ളവരുണ്ട് പടച്ചവനെ, സഹായിക്കണേ അല്ലാ. പടച്ചവനെ അതിൽ നിന്ന് പൂർണ്ണമോചനം നൽകണേ അല്ലാ. പടച്ചവനെ ജനങ്ങൾ വെറുക്കുന്ന രോഗം നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ പടച്ചവൻ. അല്ലാഹുവേ റഹ്മത്തിന്റെ 10 കൊണ്ട് ഇതിനോട് ചോദിക്കുന്നു, ഇതിനെ വസീലയാക്കി ചോദിക്കുന്നു, ഇതിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ഈ രാവിന്റെ ഈ പകലിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ജനങ്ങൾ വെറുക്കുന്ന രോഗങ്ങളെ തൊട്ട് കാത്തുകൊള്ളണേ റബ്ബേ. അല്ലാഹ് ആശുപത്രികൾ തോറും കയറി ഇറങ്ങുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ച റബ്ബേ രോഗികളും രോഗത്തിന് കൂട്ടിരിക്കുന്നവരും ഒക്കെ അസുഖമുള്ളവരാണ്. പടച്ചവനെ ആഫിയത്ത് കൊടു അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് സുഖപ്രസവം കൊടുല്ലാ. പടച്ചവനെ മക്കളില്ലാതെ വർഷങ്ങളായി കഷ്ടപ്പെടുന്നവരുണ്ട്, ദമ്പതികളുണ്ട്, വിവിധ മജ്ലിസിൽ വന്ന് ദുആക്ക് ആമീൻ പിടിക്കുന്നവരാണ്. അവർക്ക് നീ മക്കളെ കൊടുത്ത് ഒരു സന്തോഷ വാർത്ത അറിയിക്കണേ അല്ലാ. മറിയം ബീവിക്ക് കൊടുത്തതുപോലെ കൊടുക്കണേ പടച്ചവനെ. സക്കരിയ നബിക്ക് കൊടുത്തതുപോലെ കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ വിദൂരങ്ങളിൽ നിന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് ആഫിയത്ത് കൊടുക്കണമല്ലാ, ആരോഗ്യ സലാമത്ത് നൽകണമല്ലാ. പടച്ച റബ്ബേ അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് അടക്കമുള്ളവർ ജയിലിൽ കിടക്കുന്നവർക്ക് മോചനം കൊടുക്കണമല്ലാ, ആഫിയത്ത് കൊടുക്കണമല്ലാ, ആരോഗ്യ സലാമത്ത് കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ ഇത്രയും നേരം വഅദ് പറയുകയും കേൾക്കുകയും ഈ സദസ്സിൽ സാക്ഷ്യം വഹിക്കുകയും ചെയ്ത നല്ലവരായ നിന്റെ ദാസന്മാർ എന്ന് ഞങ്ങൾ കരുതുന്നു അല്ലാ. നീയാണ് തീരുമാനിക്കേണ്ടത്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖാ. നീയാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങളെ ആ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖയിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഉഖ്റവികളായ പണ്ഡിതന്മാരാക്കണേ അല്ലാ. ദുനിയാവിൻ്റെ പണ്ഡിതന്മാരാക്കല്ലേ അല്ലാ. പടച്ചവനെ എത്രയോ തിരക്കുള്ളവരാണ് ഈ സദസ്സിൽ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഉമ്മ പെങ്ങന്മാർ എത്ര ദൂരത്ത് നിന്ന് നേരത്തെ തന്നെ വന്നവരാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്, പാടുപെടുന്നവരാണ്, അടുക്കളയിൽ കിടന്ന് ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നവരാണ്, ഞങ്ങളുടെ കുട്ടികളെ ചുമക്കുന്നവരാണ്, വളർത്തുന്നവരാണ്. അല്ലാ ഒരുപാട് രോഗം അവർക്കുണ്ട് പടച്ചവനെ. വെരിക്കോസ് വെയിനുണ്ട് പടച്ചവനെ. മുട്ടുകാല് നടുവ് വേദന ഉള്ളവരുണ്ട് പടച്ചവനെ. അല്ലാഹുവേ അവരുടെ വയറ്റിൻ്റെ ഉള്ളിൽ മുഴയുള്ളവരുണ്ട് പടച്ചവനെ. അല്ലാഹുവേ വെള്ളപോക്കുള്ളവരുണ്ട് പടച്ചവനെ. അമിതമായ രക്തസ്രാവമുള്ളവരുണ്ട് പടച്ചവനെ. ട്യൂമറുള്ളവരുണ്ട് പടച്ചവനെ. ഓവറിയിൽ കുരുക്കളുള്ളവരുണ്ട് പടച്ചവനെ. അല്ലാഹുവേ അലർജി ആസ്മയുടെ രോഗമുള്ളവരുണ്ട് അല്ലാ. വിട്ടുമാറാത്ത തലവേദനയുള്ളവരുണ്ട് അല്ലാ. പടച്ചവനെ പൈശാചികമായ രോഗമുള്ളവരുണ്ട് അല്ലാ. യാ അല്ലാ ഈ റഹ്മത്തിന്റെ 10 നിന്ന് നിന്നോട് ചോദിക്കുന്നു പടച്ചവനെ. ഈ പവിത്രമേറിയ മുബാറക്കായ മജ്‌ലിസിൽ വെച്ച് ചോദിക്കുന്നു അല്ലാ. ഈ പറയപ്പെട്ട രോഗങ്ങളിൽ നിന്ന് മോചനം നൽകണേ അല്ലാ. മോചനം നൽകണേ അല്ലാ. മോചനം നൽകണേ അല്ലാ. ഹിഫാദത്ത് നൽകണേ അല്ലാ. വിഖായത്തുൽ ജിന്നി വശയാത്തി അതിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ലാ. പടച്ച റബ്ബേ ഈ നസീഹത്ത് സ്വീകരിക്കണേ അല്ലാ. അപകടങ്ങൾ പെരുകുകയാണ്, അപകട മരണങ്ങൾ പെരുകുകയാണ് പടച്ച റബ്ബേ. ഞങ്ങളെ അപകടങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാ. കുഴഞ്ഞു വീഴുന്ന മരണത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. ബാത്റൂമിൽ പോകുമ്പോ അവിടെ തലകറങ്ങി വീഴുന്നതിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ സൈലന്റ് അറ്റാക്ക് വന്ന് മരിക്കുന്നതിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവനെ. നടന്നു പോകുമ്പോ ഉരുണ്ട് വീണ് മരിക്കുന്നതിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. ഹൃദയസ്തംഭനത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. പടച്ചവനെ ഒരുപാട് ഹക്കുകൾ ബാക്കി നിൽക്കേ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. എല്ലാ ഹക്കുകളും പൂർത്തിയാക്കി നിന്റെ പൊരുത്തത്തോടുകൂടി കലിമത്തു ഷഹാദ ഉച്ചരിച്ച് സ്വർഗം കണ്ട് ചിരിച്ച് ഖബറിൽ
സ്വർഗത്തിന്റെ അനുഭൂതി ആസ്വദിച്ച് മരിക്കുന്ന ആ നല്ല മരണം ഞങ്ങൾക്ക് നസീബാക്കണേ അല്ലാഹ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.